ସେମାନେ ଆଗ୍ରହ କଲେ। അതിന്റെ 25-ാമത്തെ വാക്യം. ତାର 25 ପଦ. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ ତାହାପରେ ଯୀଶୁ ପୁଣି ତାହାର ଆଖିରେ ହାତ അവൻ ଦେଲେ, സൗഖ്യം പ്രാപിച്ചു. ସେଥିରେ ସେ ସୁଷ୍ଟ ରୂପେ ଦେଖିଲା, മിഴിച്ചു നോക്കി, ସୁଷ୍ଟ ହୋଇ ଏକ ଦୃଷ୍ଟିରେ ସମସ୍ତ ବିଷୟକୁ ଚାହିଁଲା, എല്ലാം സ്പഷ്ടമായി കണ്ടു. ତାହା ସବୁ ଚାହିଁବାକୁ ଲାଗିଲା. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് ପରେ ଯୀଶୁ ତାହାକୁ ତାର ଘରକୁ ପଠାଇ ଦେଇ അവൻ କହିଲେ, പറഞ്ഞു. ଆଉ କହିଲେ, അവനെ വീട്ടിലേക്ക് അയച്ചു. ଏ ଗାଁ ଭିତରକୁ ସୁଦ୍ଧା ଯାଅ ନାହିଁ. കർത്താവ് 3 കുരുടന്മാരെ സൗഖ്യമാക്കിയതായിട്ട് മർക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ମାର୍କ ଲିଖିତ ସୁସମାଚାରରେ 3 ପ୍ରକାରର ଅନ୍ଧ ମାନଙ୍କୁ ପ୍ରଭୁ ସୁସ୍ଥ କରିତେ ଆମେ ଦେଖିଛୁ. യെരിഹോവിൽ ഒരു കുരുടൻ ഉണ്ടായിരുന്നു. ଜିରିହ ନଗରରେ ଗୋଟେ ଅନ୍ଧ ଥିଲେ, അവനെ യേശു സൗഖ്യമാക്കി. ତାକୁ ଯୀଶୁ ସୁସ୍ଥ କଲେ. തിമായിയുടെ മകനായ ബർത്തിമായി എന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി. ତିମିୟର ପୁତ୍ର ବର୍ତ୍ତିମୟ ନାମକ ସେଇ ଅନ୍ଧକୁ ଯୀଶୁ ସୁସ୍ଥ କଲେ. പിറവിയിലെ കുരുടനായ ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കി. ଆଉ ଗୋଟେ ବ୍ୟକ୍ତିକୁ ମଧ୍ୟ ପ୍ରଭୁ ସୁସ୍ଥ କଲେ. ബത്സയിദയിലെ കുരുടനെയും ଆଉ സൗഖ്യമാക്കി. ଏଇଟାରେ ବେତ୍ସାଇଦାରେ ସେ ବ୍ୟକ୍ତିକୁ ମଧ୍ୟ ପ୍ରଭୁ ସୁସ୍ଥ କଲେ. പിറവിയിലെ കുരുടനായവനെ ഒരു വാക്കുകൊണ്ട് യേശു കർത്താവ് സൗഖ്യമാക്കി. ଆଉ ଗୋଟେ ବ୍ୟକ୍ତିକୁ ତ ପ୍ରଭୁ ଗୋଟେ ବାକ୍ୟ ଦ୍ୱାରା ସୁସ୍ଥ କଲେ. ശിഷ്യന്മാർക്ക് വളരെയധികം സംശയമുണ്ടായിരുന്നു ഇവൻ കുരുടനായി പിറക്കാൻ കാരണമെന്ത് എന്നതിനെ ସେଇ കുറിച്ച്. ବ୍ୟକ୍ତି ମାନେ ତାଙ୍କର ଶିଷ୍ୟ ମାନେ ଚିନ୍ତା କରୁଥିଲେ, ଏଇ ବ୍ୟକ୍ତିଟି କାହିଁକି ଅନ୍ଧ ଜନ୍ମ ହେଇଥିଲା. യേശു പറഞ്ഞു ഇവൻ രോഗിയായത് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ്. ଆଉ ପ୍ରଭୁ କହିଲେ ୟାର ରୋଗ ପରମେଶ୍ୱରଙ୍କର ମହିମା ନିମନ୍ତେ ଅଟେ. യേശു കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലരൊക്കെ രോഗികളാകും. ଆଉ ପ୍ରଭୁଙ୍କର କାର୍ଯ୍ୟ ନିମନ୍ତେ ମହିମା ନିମନ୍ତେ କେତେକ ବ୍ୟକ୍ତି ମାନଙ୍କ ଜୀବନ ରୋଗ അവൻ ଆସିଥାଏ. പാപം ചെയ്തത് കൊണ്ടോ അവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തത് കൊണ്ടോ അല്ല അവൻ കുരുടനായത്. ଆଉ ସେ ପାପ କରିଥିବାରୁ କିମ୍ବା ତାର ବାପା ମା ପାପ କରିଥିବାରୁ ନୁହେଁ. ക്രിസ്തുവിന് അത്ഭുതം ചെയ്യാൻ ഒരു ശരീരം വേണമായിരുന്നു. ଆଉ ପ୍ରଭୁ ଅଦ୍ଭୁତ କାର୍ଯ୍ୟ କରିବା ଗୋଟେ ଶରୀର ଦରକାର ଥିଲା. അതുകൊണ്ട് അവൻ ജനിച്ചപ്പോഴേ കുരുടനായി അങ്ങ് ജനിച്ചു. ଆଉ ସେଥିପାଇଁ ସେ ଜନ୍ମ ହେବା ସମୟରେ ଏକ ଅନ୍ଧ ଜନ୍ମ ହେଇଥିଲା. കർത്താവിന് അവനൊരു കൃഷ്ണമണി ഉണ്ടാക്കി കൊടുക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. ପରମେଶ୍ୱର ତାଙ୍କର ଆଖିରେ ଗୋଟେ ନୂଆ ଆଖି ଦେବା ପାଇଁ ସକ୍ଷମ ଥିଲେ. അവൻ നിലത്തേക്കൊന്ന് തുപ്പി അവന്റെ കണ്ണിൽ ചേറ് പുരട്ടിയപ്പോൾ തന്നെ ଆଉ ସେ ମାଟିରେ ଛେପ ପକାଇ ସେ ମାଟିକୁ ତାର ଆଖିରେ ଲେପିଲେ. അവന് ഇല്ലാത്ത കണ്ണുണ്ടായി വന്നു. ତାର ନଥିବା ଆଖି ସେଠି ତିଆରି ହେଇଗଲା. ജന്മന പ്രകാശിക്കുന്ന കണ്ണവൻ ഇല്ലായിരുന്നു. ଜନ୍ମରୁ ଆଖି ନଥିଲା ତାର. ജന്മന കൃഷ്ണമണി പ്രകാശിക്കത്തില്ലായിരുന്നു. ଆଉ ତାର ଜନ୍ମରୁ ସେ ଅନ୍ଧ ଥିଲା. അത് ഈ ലോകത്തിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ଆଉ ଏଇ ଜଗତର କୌଣସି ବ୍ୟକ୍ତି ତାକୁ ଠିକ କରିପାରି ନଥାନ୍ତା. പക്ഷെ അവൻ മെഡിക്കൽ സയൻസിന്റെ അടുക്കലല്ല ഓടിയെത്തിയത്. ଆଉ ସେ ବ୍ୟକ୍ତି ମେଡିକାଲ ପାଖକୁ ଗଲେ ନାହିଁ. അവൻ യേശുവിന്റെ അടുക്കൽ ഓടി വന്നു. ସେ ଯୀଶୁଙ୍କ ପାଖକୁ ଆସିଲେ. യേശു കർത്താവ് അവന്റെ കണ്ണിൽ ചെളി പുരട്ടി വിട്ടു. ଆଉ ଯୀଶୁ ତାଙ୍କର ଛେପ ପକାଇ ତାର କାଦୁଅ ଦ୍ୱାରା ସେ ବ୍ୟକ୍ତିର ଆଖିରେ ଲଗେଇଲେ. കുളത്തിൽ ചെന്ന് കഴുകാൻ പറഞ്ഞു. ସିଲୋ ନାମକ କୁଣ୍ଡରେ ଯାଇ ଧୋଇ ଦିଅ ବୋଲି କହିଲେ. അവന്റെ ശരീരത്തിൽ ചെളി പുരട്ടിയപ്പോൾ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെട്ട് കാണും, പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ଆଉ ତାର ଆଖିରେ ଯେତେବେଳେ ପ୍ରଭୁ କାଦୁଅ କଲେ ସେତେବେଳେ ତାକୁ ଭଲ ଲାଗିପାରେ, ଆପଣଙ୍କୁ ଭଲ ଲାଗି ନପାରେ. ഞാൻ 2-3 പ്രാവശ്യം നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് ചിലർക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചു. ଆଉ ମୁଁ 2-3 ଥର ଆପଣଙ୍କ ଉପରେ ହାତ ରଖି ପ୍ରାର୍ଥନା କରିବାକୁ ଇଚ୍ଛା କଲି. പക്ഷേ ഞാനൊന്ന് സംശയിച്ചു. କିନ୍ତୁ ମୁଁ ଟିକେ ସନ୍ଦେହ କଲି. അഥവാ ആരെങ്കിലും നിലത്ത് വീഴുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ചെളി പറ്റുമല്ലോ. ଆଉ ତୁମେ ତଳେ ପଡିଲେ ତମ କାଦୁଅ ଲାଗିଯିବ ତମ ଶରୀରରେ. നിങ്ങൾക്ക് തിരിച്ചു വീട് വരെ പോകാനുള്ള ഷേപ്പ് മാറിപ്പോകുമല്ലോ. ଆଉ ତୁମେ ଘରକୁ ଯିବା ବେଳେ ତମର ସେପ୍ ବଦଳିଯିବ. അതാണ് മനുഷ്യന്റെ ചിന്താഗതി. ସେଟା ହଉଛି ମନୁଷ୍ୟର ଚିନ୍ତାଗତି. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ചെളി ആയാലും കുഴപ്പമില്ല. କିନ୍ତୁ ସେ ବ୍ୟକ୍ତି ସମ୍ବନ୍ଧରେ କାଦୁଅ ହେଲେ ବି ଚଳିବ. എനിക്കൊരു സൗഖ്യം കിട്ടിയാ മതി. ଆଉ କାଦୁଅ ହଉ କିମ୍ବା ଯାହା ହଉ ମତେ ସୁସ୍ଥ ഇന്ന് രാത്രി ଦରକାର. നമുക്കും പറയാം, കർത്താവിന്റെ കാലയിൽ ഇച്ചിരി ചെളി ആയാലും കുഴപ്പമില്ല, എനിക്ക് സൗഖ്യം കിട്ടിയാ മതി. ଆଜି ରାତ୍ରରେ ଆପଣ ବି କହନ୍ତୁ, ପ୍ରଭୁ ମୋର ଗୋଡରେ ଟିକେ ମଇଳା ହେଲେ ଚଳିବ, କାଦୁଅ ହେଲେ ଚଳିବ, ମତେ ସୁସ୍ଥତା ଦରକାର. സന്തോഷത്തോടെ 2 കരങ്ങളെ അടിച്ചൊരിക്കൽ കൂടി ଆନନ୍ଦର ସହିତ କରତାଳ ଦେଇ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରନ୍ତୁ. ഇന്ന് ରାത്രി ചെളി പുരട്ടി വിട്ടാൽ ഒരു കുഴപ്പമില്ല. ପ୍ରଭୁ ଆଜି ଆମକୁ କାଦୁଅ ଲଗେଇକି ପଠେଇଲେ ବି କିଛି ଅସୁବିଧା ନାହିଁ. അതൊരു വിടുതലിന്റെ ചെളിയായിരിക്കും. ତାହା ଗୋଟେ ମୁକ୍ତିର କାଦୁଅ ହବ. അതൊരു അത്ഭുതത്തിന് വേണ്ടിയുള്ള ചെളിയായിരിക്കും. ଏକ ଅଦ୍ଭୁତ କାଦୁଅ ହବ. അതൊരു സൗഖ്യത്തിന് വേണ്ടിയുള്ള ചെളിയായിരിക്കും. ତାର କାଦୁଅ ହବ. ഇന്ന് രാത്രി പറയണം, ചെരുപ്പയിൽ മാത്രം ചെളിയായ പോരെ, എന്റെ ശരീരത്തിലും ഇത്തിരി ചെളിയാകുന്നത് എനിക്കൊരു അനുഗ്രഹമായി തീരും. ଆଉ କେବଳ ମୋର ଜୋତାରେ ନୁହେଁ, ମାତ୍ର ଶରୀରରେ ବି କାଦୁଅ ହବ ମୋ ପାଇଁ ଭଲ. യേശു അവനെ കണ്ണ് സൃഷ്ടിച്ചു. ଆଉ ପ୍ରଭୁ ତାର ଆଖିକୁ ସୃଷ୍ଟି କଲେ. അവനെ ചെളിയും പുരട്ടി. ഈ സ്ഥലത്തിന്റെ പേരെന്താ?
റാണിപ്പേട്ടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ଆଉ ଦେଖନ୍ତୁ ସେ ଆଖିରେ ସେ କାଦୁଅ ଲଗେଇକି ଯଦି ରାଣୀ ପେଣ୍ଟାରେ ଯଦି ଚାଲିକି എല്ലാവരും ଯିବ, ചേർന്നിരുന്ന് തുടങ്ങും, ആരടാ നിന്റെ മുഖത്ത് ഇങ്ങനെ ചെളി പുരട്ടിയത്? କେହି ଲୋକ ତାଙ୍କୁ ପଚାରିବାର କିଏ ରେ ତୋ ମୁଖରେ କାଦୁଅ ଲଗେଇଲା? റാണിപ്പേട്ടയിലുള്ള ആൾക്കാരൊക്കെയും പൗഡറാണ് മുഖത്തിടാറുള്ളത്. ରାଣୀ ପେଣ୍ଟାର ଲୋକମାନେ ପାଉଡର ମୁହଁରେ ଲଗାନ୍ତି। നിനക്കാരടാ ചെളി പൂശി വിട്ടിരിക്കുന്നത്? ତୁମକୁ କିଏ କାଦୁଅ ଲଗେଇକି ପଠେଇଲା ବୋଲି അപ്പൊ നീ ପଚାରିଥାନ୍ତି। പറയും, ഞാൻ കൺവെൻഷന് പോയപ്പോ അവിടെ വെച്ച് യേശു കർത്താവ് എന്റെ മേൽ ചെളി ଯେତେବେଳେ പുരട്ടിയതാണ്. ଆପଣ କହିବେ ମୁଁ କନଭେନସନ ରେ ଗଲାବେଳେ ଯୀଶୁ ମୋର କାଦୁଅ ଲଗେଇଦେବେ, അപ്പോൾ അവര് പറയും, നിനക്ക് വേറെ ഒരു ജോലിയുമില്ലയോ? അവൻ അതിന്, പക്ഷെ നീ പറയണം, അവൻ ചെളി പുരട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സൗഖ്യമുണ്ട്. ଆଉ ଆପଣଙ୍କୁ ସେମାନେ କହିବେ ତୋର କିଛି କାମ ଧନ୍ଦା ନାହିଁ କି? ତେବେ ଆପଣ କହିବାର ଅଛି ମତେ ଯଦି ଯୀଶୁ କାଦୁଅ ଲଗେଇଛନ୍ତି ତାହେଲେ ମୋ ପାଇଁ ଗୋଟେ ସୁସ୍ଥତା ଅଛି। ഒരുപാട് നിന്ദയും പരിഹാസവും അവൻ അനുഭവിച്ചു കാണും. ଆଉ ଅନେକ ନିନ୍ଦା ପରିହାସ ସେ ଅନୁଭବ କରିଥିବେ। അവൻ ശീലോഹവും കുളം വരെയും പലരുടെയും ചോദ്യത്തിന് ഉത്തരവില്ലാതെ നടന്നു പോയി കാണാം. ସିଲୋହର କୁଣ୍ଡ ପର୍ଯ୍ୟନ୍ତ ଅନେକ ପ୍ରଶ୍ନବାଚୀ ମଧ୍ୟ ଦେଇ ଗତି କରିଥିବେ। അവന്റെ മനസ്സിനകത്തിരുന്ന് പിശാച് പറഞ്ഞുമായിരിക്കും, ഇങ്ങേർക്ക് തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചു വിട്ടാ പോരെയോ, എന്നെ ചെളി പുരട്ടേണ്ട ആവശ്യമുണ്ടോ? ଆଉ ତାଙ୍କ ଭିତରେ ଥିବା ଶୟତାନ ତାଙ୍କୁ କହିଥିବ ଯେ ତ ପ୍ରଭୁ ତ ହାତ ଲଗେଇଥିଲେ ସୁସ୍ଥ ହେଇଥାନ୍ତେ, ଏ କାଦୁଅ ଲଗେଇକି କାହିଁକି ପଠେଇଲେ? അവൻ പറഞ്ഞു, പിശാചേ നീ ഉള്ളിൽ മിണ്ടാണ്ടിരി, യേശുവാണ് ചെളി പുരട്ടിയത്, എനിക്ക് സൗഖ്യം കിട്ടും. ଆଉ ସେତେବେଳେ ସେ ଶୟତାନକୁ କହିଥିବ, ଏ ଶୟତାନ ଚୁପ୍, ମୋର ଯୀଶୁ ମତେ କାଦୁଅ ଲଗେଇଛନ୍ତି ମତେ ସୁସ୍ଥ କରିବା ପାଇଁ। ഇന്ന് രാത്രിയിൽ പിശാചിന്റെ ചിന്തകളെ ശാസിച്ചു മാറ്റണം. ଆଜି ସନ୍ଧ୍ୟା ସମୟରେ ଶୈତାନର ଚିନ୍ତା ଗୁଡାକ ଆପଣଙ୍କ ଜୀବନରୁ ବାହାର କରିଦିଅ। എന്റെ ശരീരത്തിൽ യേശു ചെളി പുരട്ടിയെങ്കിൽ അതിന്റെ പിന്നിൽ വ്യത്യാസമുണ്ട്, ഉദ്ദേശമുണ്ട്. ମାଟି ଲାଗିଲେ କାଦୁଅ ଲାଗିଲେ ପ୍ରଭୁଙ୍କର ଯୋଜନା ଅଛି। ആ ഉദ്ദേശം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ଯୋଜନା ଆମେ ଜାଣିବା ଦରକାର ପ୍ରିୟମାନେ। അവൻ വിശ്വാസത്തോടെ യേശു പറഞ്ഞ പ്രവൃത്തി ചെയ്തു. ଆଉ ସେମାନେ ବିଶ୍ୱାସରେ ଯୀଶୁ କହିଥିବା କଥାକୁ അവൻ അനുസരണയുള്ള ഒരു മകനായിരുന്നു. ଆଉ ସେମାନେ ଆଜ୍ଞାବହ ଗୋଟେ ପିଲା ଥିଲା। റാണിപ്പേട്ടക്കാർ എന്ന് പറയുന്നത് എനിക്കത് വിഷയമല്ല. ରାଣୀ ପେଟା ଲୋକ କଣ କହିବେ ତା ଆମର ବିଷୟ ନୁହେଁ। യജപതിക്കാർ എന്ന് പറയുന്നത് എനിക്കത് വിഷയമല്ലാതെ. ଜଗତୀ ଲୋକମାନେ କଣ କହିବେ ତା ଆମ ବିଷୟ ନୁହେଁ। എനിക്ക് യേശു പറയുന്നതാണ് വിഷയം. യേശു പറയുന്നത് ഞാൻ ചെയ്യും. ଯୀଶୁ ଯାହା କହୁଛନ୍ତି ତାହା ମୁଁ ଶୁଣିବି, ତାହା ମୋ ପାଇଁ ମୁଖ୍ୟ। അവൻ ഓടിച്ചെന്ന് മുഖത്തെ കഴുകി. ଆଉ ସେ ଦୌଡ଼ି ଯାଇ ସେ କୂଳରେ ଯାଇ ସିଲୋହରେ ଧୋଇଲେ। ഒരൊറ്റ സ്പർശനത്താൽ അവന്റെ കണ്ണ് തെളിഞ്ഞു. ଆଉ ସେ କୂଳରେ ଧୋଇଲା ସାଙ୍ଗେ ସାଙ୍ଗେ ତାର ଆଖି ଦେଖାଦେଲା। അവൻ ഓടി വന്ന് യേശു കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞു. ସେ ଦୌଡ଼ି ଆସି ଯୀଶୁଙ୍କୁ ଧନ୍ୟବାଦ ଦେଲା। കർത്താവ് പറഞ്ഞു, എല്ലാവരോടും ഓടി നടന്ന് പറഞ്ഞു, നിന്റെ അമ്മയപ്പന്മാരെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു. ଆଉ ସେ ଯାଇ କହିଲେ ତୁମେ ଯାଇ ତୁମର ବାପା ମା ସମସ୍ତଙ୍କୁ ଦେଖା ଦିଅ। മർക്കോസ് സുവിശേഷം 10:46 നമ്മൾ കടന്നു പോകുന്ന സമയത്തില് എരിഹോവിൽ ഒരു കുരുടനുണ്ട്. ଆଉ ମାର୍କ ଲିଖିତ ସୁସମାଚାର 10:46 ଆମେ ଦେଖୁଛୁ ଜିରିଓରେ ଗୋଟେ ଅନ୍ଧ ବ୍ୟକ୍ତି ଅଛନ୍ତି। തിമായിയുടെ മകനായ ബർത്തിമായി എന്നാണ് അവന്റെ പേര്. ତିମିଓର ପୁତ୍ର ବର୍ତ୍ତିମାଇ ସେ ଅନ୍ଧର ନାମ। അവൻ ഭിക്ഷക്കാരനായിരുന്നു. ସେ ଗୋଟେ ଭିକ୍ଷାରୀ ଥିଲେ। അവന്റെ ജോലി ഭിക്ഷയെടുക്കലായിരുന്നു. ସେ ଭିକ୍ଷା ମାଗୁଥିଲେ। ആരെങ്കിലുമൊക്കെ വല്ലതൊക്കെ കൊടുക്കും. କେହି କେହି କିଛି କିଛି ଭିକ ଦଉଥିଲେ। പക്ഷെ ഒരു ദിവസം അവന്റെ ചെവി കൂർപ്പിച്ചവൻ കേട്ടു. ଆଉ ଦିନେ ସେ କାନ ଖୋଲିକି ଶୁଣିଲେ ഒരു ഭയങ്കര ആരാവരം കേൾക്കുകയാണല്ലോ. ଆଉ ଗୋଟେ ବହୁତ ଲୋକମାନଙ୍କର ଗୋଟେ ଭିଡର ଶବ୍ଦ। രാജാവുള്ളിടത്ത് രാജ കോലാഹലമുണ്ട്. ଯେଉଁଠାରେ ରାଜା ଥାନ୍ତି ରାଜାଙ୍କର କୋଳାହଳ ଶବ୍ଦ ଆସେ। അവന്റെ കാതുകളിൽ വലിയൊരു കോലാഹലം കേട്ടോണ്ടിരിക്കുകയാണ്. ଆଉ ସେ ଗୋଟେ ବଡ କୋଳାହଳର ଶବ୍ଦ ଶୁଣିଲେ। എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ച് ചിലർക്കൊന്നും മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. ଆଉ କେତେ ଲୋକ ତାହା ବୁଝିପାରିଲେ ମୁଁ ଭାବୁଛି। കുറച്ചു മുമ്പ് കുറെ സഹോദരങ്ങളാൽ ഇവിടെ വന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ ഒരു ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ଆଉ କେତେକ ସମୟ ପୂର୍ବରୁ ଭାଇ ଭଉଣୀ ମାନେ ଆଗକୁ ଆସିଲେ ଗୋଟେ ଶବ୍ଦ ଆପଣ ଶୁଣିଥିଲେ କି? ഇതാണ് രാജ കോലാഹലം എന്ന് പറയുന്നത്. ତାହା ହଉଛି ରାଜ କୋଳାହଳ। അവൻ യേശു എവിടെ വരുന്നു ദൈവജനത്തിന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അവർ വിളിക്കും, ബഹളം വയ്ക്കും, ചാടും, ബഹളം വയ്ക്കും, ഒക്കെ ചെയ്യും. ଆଉ ପରମେଶ୍ୱରଙ୍କର ଉପସ୍ଥିତି ଆସିଲେ, ରାଜା ମାନଙ୍କ ରାଜା ଆସିଲେ ଶାନ୍ତିରେ ରହିହେବ ନାହିଁ। ଡେଆ ମାରିବେ, ଖୁଦା ମାରିବେ, ଆରାଧନା କରିବେ। അവൻ പുത്രൻ പിതാവിന്റെ അടുക്കലേക്ക് പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ପ୍ରଭୁ ଯୀଶୁ ହାଲେଲୁୟା ପିତାଙ୍କର ଦକ୍ଷିଣ ପାର୍ଶ୍ୱରେ ବସିଲେ ପବିତ୍ର ଆତ୍ମା ଏଠି ସମସ୍ତ ବିଷୟର ନେତୃତ୍ୱ ନେଇ ଅଛନ୍ତି। അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വിരിച്ചൊരുക്കിയ മാളികമുറിക്കകത്ത് 120 പേർ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ଆଉ ପ୍ରେରିତ ପୁସ୍ତକ 2 ଅଧ୍ୟାୟରେ ଗୋଟିଏ ହାଲେଲୁୟା କୋଠରୀ ଭିତରେ 120 ଲୋକ ଆରାଧନା କରୁଥିଲେ। പെട്ടെന്നായിരുന്നു ദൈവശക്തി അവിടേക്ക് ഇറങ്ങി വന്നത്. ଆକସ୍ମିକ ଭାବରେ ପରମେଶ୍ୱରଙ୍କ അവർ ଶକ୍ତି പല ଆସିଲା। ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ସେମାନେ ନାନା ଭାଷାରେ କଥା କହିବାକୁ ଲାଗିଲେ। അഗ്നി
അഗ്നിജ്വാലക്കത്തുള്ള നാവ് അവരുടെ മേൽ പതിഞ്ഞു. ଅଗ୍ନି ଜ୍ୱାଳା ସଦୃଶ ଜୀଭ ତାଙ୍କର ଉପରକୁ ଆସିଲା. അതാ പറഞ്ഞിട്ടും വീണ്ടും ആർക്കൊക്കെയോ റാണിപ്പെട്ടക്കാർക്ക് പിടികിട്ടുന്നില്ല. ତାହା କହିଲା ବେଳେ ରାଣୀପେଟାର ଲୋକମାନେ ବୁଝିପାରୁନାହାନ୍ତି. അഗ്നിജ്വാല പതിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ଆଉ ଅଗ୍ନି ଜ୍ୱାଳା ସଦୃଶ ଅଗ୍ନି ଶିଖା ସଦୃଶ ଜୀଭ ଆସିଲେ କଣ ହବ ମୁଁ କହୁଅଛି. ഇതിന്റെ പുറകില് ആമീൻ തീ കത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് അവിടെ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുക. ଆଉ ଏଠାରେ ପଛପଟରେ ଆପଣଙ୍କ ନିମନ୍ତେ ଖାଦ୍ୟ ପ୍ରସ୍ତୁତ ହଉଛି. ନିଆଁ ଜଳା ଯାଇଅଛି. മെല്ലെ ചെന്ന തീയിലൊന്ന് കൈവച്ചു നോക്കണം. ଆପଣ ମାନେ ଯାଇ ସେ ନିଆଁ ଟିକେ ହାତ ଲଗେଇକି ଦେଖନ୍ତୁ. ചാടാത്തവനും ചാടിപ്പോകും. ନ ଦୌଡ଼ିବା ଲୋକ ଡେଗିବାକୁ ଆରମ୍ଭ କରିବ. വിളിക്കാത്തവരും വിളിച്ചു പോകാം. ଆଉ ନ କହିବା ଲୋକ ଚିତ୍କାର କରିବାକୁ ଲାଗିବ. 1-ാം നൂറ്റാണ്ടിൽ തീ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവർ അറിയാതെ ചാടിപ്പോയി. ପ୍ରଥମ ଶତାବ୍ଦୀରେ ଅଗ୍ନି ଆସିଲା ବେଳେ ସେମାନେ ନ ଜାଣି ଡିଆଁ ମାରିବାକୁ ଲାଗିଲେ. ഇവിടെ കുറച്ച് യൗവനക്കാർ നന്നായിട്ട് ചാടുന്നത് ഞാൻ കണ്ടു. ଆଉ ଏଠାରେ କେତେକ ଯୁବ ଲୋକମାନେ ଭଲ ଭାବରେ ଡିଆଁ ମାରିବା ମୁଁ ଦେଖିଲେ. കഴിഞ്ഞു പോകുമ്പോൾ ആരെങ്കിലും എന്നാത്തിനാ ചാടുന്നെന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്നത് തീയിൽ കൈ വെച്ച് നോക്കിയാൽ അറിയാം അപ്പോഴായിരിക്കും നിങ്ങളും ചാടിപ്പോകുമെന്ന്. ଆଉ ଆପଣଙ୍କୁ ଯଦି ଏଇଠୁ ଗଲାବେଳେ କେହି ପଚାରିବେ ତୁ କାହିଁକି ଡିଆଁ ମାରୁଥିଲୁ ରେ ତ କହିବ ନିଆଁରେ ହାତ ଲଗେଇଲେ ନ ଜାଣିକି ଡିଆଁ ମାରୁଛେ. ആ പരിശുദ്ധാത്മാവ് തീവ്ര രൂപത്തിലേക്ക് വന്നു. പവിത്രാത്മ അഗ്നി ശിഖാ സദൃശ ଆସିଲେ. അതുകൊണ്ട് എവിടെ ദൈവത്തിന്റെ ആത്മാവ് വരുന്നു അവിടെ ജനത്തിന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അവിടെ ജാജ കോലാഹലം ഉണ്ടാകാം. ଏଥିପାଇଁ ଯୋଉଠାରେ ପବିତ୍ର ଆତ୍ମା ଆସନ୍ତି ସେଠି ଲୋକମାନେ ଶାନ୍ତ ବସିବେ ନାହିଁ. ରାଜ କୋଳାହଳର ଶବ୍ଦ. ആ കോലാഹലത്തിന്റെ മധ്യത്തിൽ തീമായുടെ മകനായ ബർത്തിമായുടെ ചെവിയിൽ എന്തോ ഒന്ന് പ്രത്യേകമായി കേട്ടു. ଆଉ ଏଇ କୋଳାହଳ ମଧ୍ୟରେ ବର୍ତ୍ତିମୟ ତିମାଇର ପୁତ୍ର ଗୋଟେ ବିଷୟ ଶୁଣିଲେ. സാധാരണ എങ്കിലാ സിന്ദാഭാവം കേട്ടിട്ടുണ്ട്. ଅନେକ ସମୟରେ ସେ ଇନକିଲାବ ଜିନ୍ଦାବାଦ ଶୁଣିଛନ୍ତି. പല മത ജാത വർഗ വർണ്ണ വ്യക്തികൾ ജാഥകളൊക്കെ പോകുന്നവൻ കേട്ടിട്ടുണ്ട്. ଅନେକ ପ୍ରକାର ଲୋକମାନେ ନାନା ପ୍ରକାର ଯାତ୍ରା କଲାବେଳେ ନାନା ପ୍ରକାର ସ୍ଲୋଗାନ ଦେବା ସେ ଶୁଣିଛନ୍ତି. അവന് കാഴ്ചയില്ല, പക്ഷെ അവൻ കേട്ടിട്ടേ ഉള്ളൂ. ଆଉ ସେ ଆଖି ଦେଖି ନାହିଁ କିନ୍ତୁ ଶୁଣିଛି ଏଇ ସ୍ଲୋଗାନ ଗୁଡିକ. പക്ഷെ ഈ ശബ്ദം വ്യത്യസ്തമായ ഒരു ശബ്ദമാണ്. ଏଇ ଶବ୍ଦ ଭିନ୍ନ ଶବ୍ଦ. ഇത് ഏതോ ഒരു രാജാവ് വരുന്നുണ്ട്. ଏଇଟା ଗୋଟେ ରାଜାଙ୍କର ଆଗମନର ଶବ୍ଦ. അതിന്റെ ഒരു കോലാഹല ശബ്ദമാണ്. ଏଇଟା ଗୋଟେ କୋଳାହଳର ଶବ୍ଦ. ആരൊക്കെയോ കൈയടിച്ചു. ଆଉ କେହି କେହି ତ କରତାଳ ମାରୁଛନ୍ତି. ആരൊക്കെയോ അവനെ തോട്ടപ്പോ കറങ്ങടിക്കും പോലെ തോന്നി. ଆଉ କେତେକ ଲୋକମାନେ ତାଙ୍କର ହାତ ରଖିଲା ବେଳେ କରେଣ୍ଟ ମାରିଲା ପରି ଲାଗିଲା. 12 വർഷം ബ്ലീഡിംഗ് രോഗിയായിരിക്കുന്ന സ്ത്രീക്കും കർണടി കിട്ടി. ଆଉ ଗୋଟେ 12 ବର୍ଷର ପ୍ରଗର୍ଭ ସ୍ତ୍ରୀକୁ ସେଠି ପରମେଶ୍ୱରର ଶକ୍ତି ପ୍ରବାହିତ ହେଲା. അവൾ പച്ചയ്ക്ക് നട റോഡിൽ നിന്നുകൊണ്ട് യേശുവിന്റെ സാക്ഷിയായി തീർന്നു. ସମସ୍ତ ଭିଡ ମଧ୍ୟରେ ସେ ଯୀଶୁଙ୍କର ସାକ୍ଷୀ ହେଲେ. ഐക്കൊന്നും കൊടുത്തില്ല. അവൾ എഴുന്നേറ്റ് പറഞ്ഞു ആ വ്യക്തി ഞാനാണെന്ന് പറഞ്ഞു. ଯେତେବେଳେ ଯୀଶୁ କହିଲେ ସେ କହିଲେ ମୁଁ ସେ ବ୍ୟକ୍ତି ଅଟେ ବୋଲି ପ୍ରକାଶ କଲେ. അവൻ പള്ളിക്കകത്തല്ല അവൾ സാക്ഷി പറഞ്ഞത്, കവരെ ചെന്ന് സാക്ഷ്യം പറഞ്ഞു. ସେ କୌଣସି ମଣ୍ଡଳୀ ଭିତରେ ସାକ୍ଷ୍ୟ ଦଉନାହାନ୍ତି, ରାସ୍ତା କଡ଼ରେ ସାକ୍ଷ୍ୟ അങ്ങനെ ആ ଦଉଛନ୍ତି. ശബ്ദ കോലാഹലം പോകുമ്പോൾ അവന്റെ കാത് കൂർപ്പിച്ചവൻ കേട്ടു. ଏଇ ପ୍ରକାର ଗୋଟେ କୋଳାହଳ ଶବ୍ଦ ମଧ୍ୟରେ ତାର କର୍ଣ୍ଣକୁ ଆସିଲା. അവന്റെ ചെറുപ്രായത്തിൽ പഠിച്ചവന് 18 നോക്കിയിട്ട് ഇവനെ കാഴ്ചയുള്ളവനാക്കാൻ അവന്റെ അമ്മയപ്പന്മാരും ബന്ധുക്കളും മിത്രാദികളും നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോ ଆଉ ତାଙ୍କର ଜୀବନରେ ଅନେକ ପ୍ରଚେଷ୍ଟା ପରେ ମଧ୍ୟ ଏଇ ପିଲାଟିକୁ ସୁସ୍ଥ କରି ନ ପାରିଲେ ତାଙ୍କର ମାତାଙ୍କ ପିତାଙ୍କ ପ୍ରୟାସ ମଧ୍ୟରେ അവരിങ്ങനെ ചിന്തിച്ചിരുന്നു, ഏതെങ്കിലും കാലഘട്ടത്തിൽ യേശു ഈ വഴി പോകുകയാണെങ്കിൽ യേശുവിന് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. ଜାଣିଥିଲେ କେବେ ଯଦି ଯୀଶୁ ଏ ଦେଶ ଦେଇ ଯିବେ ତାହେଲେ ଯୀଶୁ ମତେ ସୁସ୍ଥ କରିପାରିବେ. എനിക്ക് യേശുവിന്റെ അടുക്കൽ പോകാൻ കഴിയത്തില്ല, കാരണം ഞാൻ കുരുടനാണ്. ମୁଁ ଯୀଶୁଙ୍କ ପାଖକୁ ଯାଇପାରିବି କାହିଁକି ମୁଁ ଅନ୍ଧ ଅଟେ. പക്ഷേ എന്റെ അടുക്കൽ യേശു എന്തെങ്കിലും വരുന്നുവെങ്കിൽ ഞാൻ സൗഖ്യം പിടിച്ചെടുക്കും. କିନ୍ତୁ ମୋ ପାଖକୁ ଯୀଶୁ ଆସିଲେ ମୁଁ ସୁସ୍ଥତାକୁ ତାଙ୍କଠାରୁ ନେବି. ആരും അവന് പരിചയപ്പെടുത്തി കൊടുത്തില്ല. ശബ്ദം കേട്ടപ്പോ മനസ്സിലായി യേശുവാണ് പോകുന്നുവെന്ന്. କେହି ତାଙ୍କୁ ପରିଚିତ କଲେ ନାହିଁ କିନ୍ତୁ ସେ ଶବ୍ଦ ଶୁଣିଲେ ଜାଣିଲେ ଯୀଶୁ. അവൻ അവനെ ആദരി വിളിക്കാൻ തുടങ്ങി. ଚିତ୍କାର କରି ଡାକିବାକୁ ଲାଗିଲେ, യേശുവേ ദാവീദ് പുത്ര, ହେ ଯୀଶୁ ଦାଉଦ ସନ୍ତାନ, യേശുവേ ദാവീദ് പുത്ര, മനസ്സറിയണേ. ହେ ଯୀଶୁ ଦାଉଦ ସନ୍ତାନ ମୋ ପ୍ରତି ଦୟା କର. യേശുവേ ദാവീദ് പുത്ര, മനസ്സറിയണമേ. ହେ ଯୀଶୁ ଦାଉଦ ସନ୍ତାନ ମୋ ପ୍ରତି ଦୟା କର. അന്ന് കുറെ പാസ്റ്റർമാരെല്ലാരും കൂടെ പറഞ്ഞു, കുറച്ച് ചാടിയാ മതി, കുറച്ച് വിളിക്കട, ശബ്ദം കുറയ്ക്കട, മിണ്ടാതിരിയാന്ന് പറഞ്ഞു. ସେଥିରେ କେତେକ ପାଷ୍ଟର ମାନେ ପାଳକ ମାନେ କହିଲେ ଆରେ ଟିକେ ଚୁପ୍ ରହ, ଟିକେ ତୁନି ହ. കുറെ കൂടെ നിന്നവരൊക്കെ പറഞ്ഞു ഇത്ര ഒച്ചയൊന്നും വയ്ക്കരുത്, മൗനമായിട്ടിരുന്ന് ആരാധിക്കണം, ദൈവം മൗനമായിട്ട് സ്തുതിക്കാനുള്ളവനാണെന്ന് പറഞ്ഞു. ଆଉ କେତେକ ଲୋକମାନେ କହିଲେ ଏତେ ଶବ୍ଦ କର ନାହିଁ, ତୁନି ହେଇକି ଆରାଧନା କର, ଶାନ୍ତ ହେଇକି ପ୍ରଭୁଙ୍କ ସ୍ତୁତି କର. നിശബ്ദമായിരിക്കാൻ പലരും അവനോട് പറഞ്ഞു. ତୁନି ହେବା ପାଇଁ ଅନେକ ଲୋକ କହିଲେ. അവനറിയ പാസ്റ്റർ ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. ଆଉ ସେ କହିଲେ ପାଷ୍ଟର ଏହା କହିବ ତାଠୁ ଅଧିକ କହିବ. നഷ്ടപ്പെടുന്നത് എന്റെ സൗഖ്യമാണ്. କଷ୍ଟ ହେବାର ମୋର ସୁସ୍ଥତା ଅଟେ. പാസ്റ്ററെ നീ എത്രത്തോളം വിളിക്കരുത്
പോകരുതെന്ന് പറയുന്നു അത്രത്തോളം കൂടുതൽ ഞാൻ വിളിക്കും. ତାକି ଆପଣ ଯେତେ ମନା କଲେ ବି ମୁଁ ଯୀଶୁଙ୍କୁ ଡାକିବି। അവൻ വിളിച്ചു യേശുവേ ദാവീദ് പുത്ര. ସେ କହିଲେ ହେ ଯୀଶୁ ଦାଉଦ ସନ୍ତାନ। ആ കാതുകളിലേക്ക് അത് പ്രതിധ്വനിച്ചു. ଆଉ ସେଇ ଯୀଶୁଙ୍କର କର୍ଣ୍ଣକୁ ତାହା ଗଲା। യേശു നിന്നു. ଯୀଶୁ ଛିଡା ହେଇଗଲେ। അതെന്താ ഒരു തരത്തിൽ വ്യത്യസ്തമായിട്ട് പുള്ളി പ്രാർത്ഥിക്കുന്നത്. ଆଉ ଗୋଟେ ବ୍ୟକ୍ତି ଭିନ୍ନ ଭାବରେ କାନ୍ଦୁଥିବା ସେ ଶୁଣିଲେ। ബാക്കിയുള്ളവരെല്ലാം ശബ്ദം വെളി കേൾക്കാതെ പ്രാർത്ഥിച്ചപ്പോ ഒരുവൻ ഇച്ചിരി ഒച്ചയെടുത്ത് പ്രാർത്ഥിക്കുന്നല്ലോ. ଆଉ ଜଣେ ସମସ୍ତ ଲୋକମାନେ ନର୍ମାଲ ପ୍ରାର୍ଥନା କଲା ଜଣେ ବ୍ୟକ୍ତି ଚିତ୍କାର କରି ପ୍ରାର୍ଥନା କରୁଛି। ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് മാറിയില്ല, അവനെ കൊണ്ടുവന്ന് പറഞ്ഞു. ଆଉ ବାକି ସମସ୍ତେ ଛିଡା ହୁଅ ମତେ ଟିକେ ତାକୁ ମୋ ପାଖକୁ ନେଇକି ଆସ ବୋଲି କହିଲେ। എന്താ ഇച്ചിരി ഒച്ചയെടുത്ത് വിളിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു. ସେ ଅନ୍ଧକୁ କହିଲେ ତୁମେ କାହିଁକି ଚିତ୍କାର କରୁଛ କାହିଁକି ପ୍ରାର୍ଥନା എനിക്ക് କରୁଛ। വേറെ ഒന്നുമില്ല, എനിക്ക് കാഴ്ച പ്രാപിക്കണം കർത്താവേ. ସେତେବେଳେ ସେ କହିଲେ ପ୍ରଭୁ ମତେ ଆଉ କିଛି ଦରକାର ନାହିଁ ମୋର ଆଖି ଖୋଲି ଦିଅ। കർത്താവ് ചെളി പുരട്ടിയില്ല. ପ୍ରଭୁ କୌଣସି ମାଟି କାଦୁଅ ଲଗେଇଲେ ନାହିଁ। കർത്താവിനോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ ଯୀଶୁ രക്ഷിച്ചിരിക്കുന്നു. ତାକୁ କହିଲେ ତୋର ବିଶ୍ୱାସ ତତେ ସୁସ୍ଥ କଲା। മോനെ കാഴ്ച പ്രാപിക്ക, ସୁସ୍ଥ ହେଇଯା ଆଖି ଦେଖା ଦେ കാഴ്ച പ്രാപിക്ക. ଆଖି ଦେଖା ଦେ। ആ ഒരു വാക്കിന് ശക്തി ഉണ്ടായിരുന്നു. ସେ ଗୋଟିଏ ବାକ୍ୟରେ ଶକ୍ତି ଥିଲା। അപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ചവനായി ദൈവത്തിന് മഹത്വം കൊടുത്തു. ଆଉ ସେଇ ସତ୍ୟନାଥ ସେ ଚକ୍ଷୁ ଖୋଲିଗଲା ଆଉ ସେ ପ୍ରଭୁଙ୍କର ମହିମା କଲା। ആ ഒരു ശബ്ദമത്ര ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമണ്ഡലം മുഴുവനും ഉണ്ടായി. ଆଉ ଯେତେବେଳେ ପ୍ରଭୁ କହିଲେ ସୃଷ୍ଟି ହେଇଯାଉ ଏଇ କଥା କହିବା ବେଳେ ଭୂମଣ୍ଡଳ ସୃଷ୍ଟି ହେଲା। ആ ഒരൊറ്റ ശബ്ദം ഒരു കുരുടനെ കാഴ്ച തിരിച്ചു ലഭിച്ചു. ଆଉ ସେ ଗୋଟିଏ ଶବ୍ଦରେ ଗୋଟେ ଅନ୍ଧର ଆଖିକୁ ଖୋଲିଦେଲେ। എന്നാൽ മൂന്നാമത് ബത്സയിദയിൽ ഒരു കുരുടൻ ഉണ്ടായിരുന്നു. କିନ୍ତୁ ଏବେ ଆମେ ମାର୍କ 8 ଅଧ୍ୟାୟରେ ଥିବା ସେ ଅନ୍ଧ ପାଖକୁ ଆସିଛୁ ଯୋଉ മർക്കോസ് 8:22 മുതലുള്ള ഭാഗങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. ଆଉ ମାର୍କ ଲିଖିତ ସୁସମାଚାର 8:22-24 ତା ଲେଖା ଅଛି। ഈവനും യേശു കർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ଆଉ ଏ ବ୍ୟକ୍ତି ଯୀଶୁଙ୍କ ନିକଟକୁ ସୁସ୍ଥତା ପାଇଁ ଆସିଲେ। കർത്താവ് അവനെ അവിടെ വെച്ച് സൗഖ്യമാക്കിയില്ല. ସେ ଯୀଶୁ ତାଙ୍କୁ ସେଠାରେ ସୁସ୍ଥ କଲେ ନାହିଁ। അവനെ ഊരിന്റെ പുറത്ത് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി. ଆଉ ସେ ଅନ୍ଧଟିକୁ ହାତ ଧରି ଗାଁ ବାହାରକୁ ଘେନି ଗଲେ ଆଉ ତାକୁ ଛୁଇଁକି ସୁସ୍ଥ କରିଲେ। ചില രോഗശാന്തികളൊക്കെ നടക്കണമെങ്കിൽ വെളിയിൽ വരണം. ଆଉ କେତେକ ସୁସ୍ଥତା ହେବା ପାଇଁ ବାହାରକୁ ଆସିବାକୁ ପଡେ। അതുകൊണ്ടാണ് ഇത് പള്ളിക്ക് അകത്ത് വയ്ക്കാതെ വെളിയിൽ വെച്ചിരിക്കുന്നത്. ଆଉ ଏଥିପାଇଁ ମଣ୍ଡଳୀ ଭିତରେ ନ ରଖି ବାହାରେ ରଖା ହେଇଛି। ആമേൻ. പുറത്തു വന്നാലേ ചില അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. ଆଉ ବାହାରକୁ ଆସିଲେ କେତେକ ଆଶ୍ଚର୍ଯ୍ୟ କର୍ମ അത് ହେଇଥାଏ। മനസ്സിലാക്കിയിട്ടാണ് സാത്താൻ ഇവിടെ അങ്ങ് മഴ അങ്ങ് കൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഒരൊറ്റയാണ് വെളിയിറങ്ങല്ലെന്ന്. ଆଉ ସେଥିପାଇଁ ବର୍ଷା ଟିକେ ଆମକୁ ଡରେଇଥିଲା କାଲି ରାତି କେହି ଆସିପାରି ନଥିଲେ। ഞാന് എസക്കിയ പാസ്റ്ററെ അഭിനന്ദിക്കുകയാണ്. ଆଉ ମୁଁ ଏଜେକିଆ ଆଜ୍ଞାଙ୍କୁ ବହୁତ ଅଭିନନ୍ଦନ କରୁଅଛି। അവിടെ ഞങ്ങൾ തകർത്ത് പിടിച്ച് ആരാധിച്ചപ്പോ ଆମେ ଯେତେବେଳେ ଆରାଧନା କଲା ବେଳେ ജനലിൽ കൂടെ വന്ന് ഇങ്ങനെ പറഞ്ഞു, ଝରକାରୁ ଆସି ଏମିତି କହିଲେ എത്ര വൈകിയാലും ശരിയല്ല, നമ്മൾ എല്ലാവരും കയറി സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടിയിട്ടേ പോവുള്ളൂ. ଆଉ ଆମେ ସମସ୍ତେ ଷ୍ଟେଜରେ ଚଢିକି ଗୋଟେ ଆରାଧନା କରି ଘରକୁ ଯିବା। സെക്രട്ടറി എന്റെ കാതയിൽ പറഞ്ഞപ്പോൾ അതങ്ങനെ തന്നെ വേണം, ഇന്ന് മഴ പെയ്താലും കുട പിടിച്ചുകൊണ്ടെങ്കിലോ നമ്മൾ സ്റ്റേജിൽ കയറി പാടുമെന്ന്. സെക്രട്ടറി କହିଲେ ଯେ ଆମେ ବର୍ଷା ପଡିଲେ ମଧ୍ୟ ଛତା ଧରି ଷ୍ଟେଜରେ ଚଢିକି നോർത്ത് ഇന്ത്യയിലെ പാസ്റ്റർമാർക്ക് അത്രത്തോളം വിശ്വാസം ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായി, അദ്ദേഹത്തിന്റെ വിശ്വാസം ഇന്നിവിടെ ഒരു അത്ഭുതം കൊണ്ടുവരുമെന്ന്. ଉତ୍ତର ଭାରତର ପାଷ୍ଟରଙ୍କୁ ଏମିତି ବିଶ୍ୱାସ ନଥିବ ବୋଲି ମୁଁ ଭାବୁଥିଲି, କିନ୍ତୁ ତାଙ୍କର ବିଶ୍ୱାସ ଆଜି ଏଇ ସ୍ଥାନରେ ବଡ କାର୍ଯ୍ୟ କରୁଛି। നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും, നമ്മൾ നിരന്തരം വന്നപ്പോ വീണ്ടും മഴയെടുത്ത് വീഴ്ത്താൻ തുടങ്ങി. ଯେତେବେଳେ ଆପଣ ଧ୍ୟାନ ଦେଇଥିବେ କାଲି ଆମେ ଏଠି ଠିଆ ହେଲେ ଆଉ ବର୍ଷା ଆସିଲା। മനോജ് ഓടി വന്ന് എനിക്കൊരു കുട തന്നു. ମନୋଜ ଭାଇ ଗୋଟେ ଛତା ମତେ ଦେଲେ। കുടയും പിടിച്ചുകൊണ്ടാണെങ്കിലും ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. ଏକାତ୍ର ମିଳିତ നമുക്കറിയാം, വെളി വന്നാലേ ചില രോഗികൾ സൗഖ്യമാകത്തുള്ളൂ. କାହିଁକି ଆମେ ଜାଣିଛୁ ବାହାରେ ଆସିଲେ କେତେ ଲୋକ ସୁସ୍ଥ പുറത്തു വരണമെന്നുള്ളത് വ്യക്തമായി നമുക്കറിയാമായിരുന്നു. ବାହାରକୁ ଆସିବା ଦରକାର ବୋଲି ଆମେ ଜାଣିଥିଲୁ। ഇന്ന് രാത്രി പിശാച് പല്ല് കടിച്ചുരുകി. ଆଉ ଏବେ ଶୟତାନ ଦାନ୍ତ କିଡ଼ିମିଡ଼ି କରୁଅଛି। അവന് മനസ്സിലായി, ഇന്ന് ആരും അകത്ത് കേരളത്തിലെ മഴ പെയ്യുന്നെങ്കിൽ കുടയും പിടിച്ചാണെങ്കിൽ നിങ്ങൾ ഇരിക്കും, ഞങ്ങൾ കുടയും പിടിച്ചാണെങ്കിൽ പ്രസംഗിയെന്ന് സാത്താന് മനസ്സിലായി. ଜାଣି ପକେଇଲା ଏଇଠି ଆଜି ବର୍ଷା ପଡିଲେ ବି କେହି ଯିବେ ନାହିଁ, ଛତା ଧରିକି ବସିବେ। അവൻ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. ତାର ସମସ୍ତ ଅସ୍ତ୍ର ଧର୍ତ ତଳକୁ ପକେଇ ସେ ବସିଛି। ഇന്ന് മാത്രമല്ല, നാളെയും ഇവിടെ അത്ഭുതം നടക്കും. ଆଜି ମାତ୍ର ନୁହେଁ, କାଲି ମଧ୍ୟ ଏଠି ଆଶ୍ଚର୍ଯ୍ୟ କର୍ମ ହବ। ഇന്ന് രാത്രി ഞങ്ങൾ പോകുന്നുവെങ്കിലും നാളെ പരിശുദ്ധാത്മ പോകത്തില്ല, പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. ଆଜି ରାତ୍ରରେ ଆମେ ଗଲେ ମଧ୍ୟ ପବିତ୍ର ଆତ୍ମା ଏଇଟା ରହିବେ, କାଲି ଏଇଠି ମଧ୍ୟ പരിശുദ്ധാത്മാവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യും. ସେ ଅଦ୍ଭୁତ କାର୍ଯ୍ୟ ପବିତ୍ର ଆତ୍ମା କରିବେ। അവന്റെ ഊരിന്റെ പുറത്തേക്ക് യേശു കൊണ്ടുവന്നു. ପ୍ରଭୁ ତାର ଗାଁର ବାହାରକୁ ତାକୁ ନେଇକି ଆସିଲେ। നീ അകത്ത് വെച്ച് സുഖപ്പെടൂല എന്ന് എനിക്ക് അറിയാം കുരുടാ. ଏ ଅନ୍ଧ, ତୁ ସେଇ ଅନ୍ଧ ଘର ଗାଁ ଭିତରେ ରହିକି ସୁସ୍ଥ ହେଇପାରିବୁ ନାହିଁ। നീ വെളിയിൽ വരണം. ତମକୁ ବାହାରକୁ କରିବାକୁ ପଡିବ। ഈ പാരമ്പര്യത്തിന് വെളി വന്നാലേ നിന്റെ കാഴ്ച ശരിയാകത്തുള്ളൂ. ପରମ୍ପରାରୁ ତୁମେ ବାହାରକୁ ନ ଆସିଲେ ତୁମେ ସୁସ୍ଥତା ପାଇବ ନାହିଁ। നിന്റെ പാരമ്പര്യ കെട്ടുകൾ ചില
യേശു കൊണ്ടുപോയി ତାଙ୍କ ଗାଁର ସେ ବାହାରକୁ ନେଇକି ଆସିଲେ അവന്റെ മുഖത്തേക്ക് തുപ്പി ଆଉ ସେ ତା ହାତକୁ ଥେପ ପକାଇଲେ തുപ്പി ସେ ଛେପ ପକାଇ നിങ്ങളുടെ മുഖത്താണ് തുപ്പിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേനെ ଆପଣଙ୍କର ଆଖିରେ ଯଦି ଛେପ ପକେଇଥାନ୍ତେ କଣ ହେଇଥାନ୍ତା മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സാധനമാണ് തുപ്പല് ଆଉ ଗୋଟେ ମନୁଷ୍ୟର ଗୋଟେ ମନ୍ଦ ଗୋଟେ ବିଷୟ ହଉଛି ଛେପ ആർക്കും ഇഷ്ടപ്പെടില്ല ଆଉ କେହି ପସନ୍ଦ କରନ୍ତିନି ଛେପ അവനവന്റെ തുപ്പൽ അവനവന് ഭയങ്കര ഇഷ്ടമാണ് ହଁ ନିଜ ନିଜ ଛେପ ଭଲ ଲାଗିପାରେ ദാ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ ഒരുപാട് ഒരു വിളിക്ക് ഇറക്കിയ କେତେକ ଲୋକ ଛେପକୁ ଏମିତି ଗିଳି ପକେଇଲେ പക്ഷെ മറ്റൊരാളിന്റെ തുപ്പൽ നമുക്ക് ഇഷ്ടപ്പെടില്ല କିନ୍ତୁ ଅନ୍ୟ ମାନଙ୍କର ଛେପ ଆମକୁ ଭଲ ଲାଗିବ ନାହିଁ ഛേ 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 എന്ന് പറഞ്ഞ് മാറി മാറി പോകും ଛେ ଛେ କହିକି ଛେପ ଏକା ଆମେ କହିଥାଉ ତାକୁ പക്ഷേ സ്വർഗത്തിലെ കർത്താവിന്റെ തുപ്പൽ അവൻ അമൃത പോലെ അങ്ങ് സ്വീകരിച്ചു କିନ୍ତୁ ପ୍ରଭୁ ଯୀଶୁଙ୍କର ଛେପକୁ ସେ ଅମୃତ ପରି ଗ୍ରହଣ କଲେ യേശുവിന് പ്രവർത്തിക്കുവാൻ ഒരു മീഡിയം വേണം ଆଉ ପ୍ରଭୁଙ୍କୁ କାର୍ଯ୍ୟ କରିବା ପାଇଁ ଗୋଟେ ମିଡିୟମ ଦରକାର ମାଧ୍ୟମ ଦରକାର തുപ്പലിലൂടെ കർത്താവ് അങ്ങ് പ്രവർത്തിച്ചു ଆଉ ସେ ଛେପ ଦ୍ୱାରା ପ୍ରଭୁ ତାହା କଲେ ആദിയിൽ വെള്ളത്തിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ପ୍ରାରମ୍ଭରେ ପାଣି ଉପରେ କାର୍ଯ୍ୟ କରୁଥିବା ପରମେଶ୍ୱରଙ୍କର ଆତ୍ମା ആ തുപ്പൽ അവന്റെ മുഖത്തേക്ക് ചെന്ന് വീണപ്പോൾ തന്നെ ଆଉ ସେ ଛେପ ତାର ଆଖିରେ ଆସି ପଡିଲା ବେଳେ ଏକା അവന്റെ മേൽ കർത്താവ് ഒന്ന് കൈവച്ചു ତା ହାତ ଥୋଇ ପଚାରିଲେ എന്നിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ଆଉ କହିଲେ ତୁମେ କି କିଛି ଦେଖୁଛ ചെക്ക് എന്ന് പറഞ്ഞു ଚେକ୍ କର ଦେଖୁଛ କି ଦେଖ ചിലർ പറഞ്ഞിട്ടില്ല കൈയോർത്ത് കാലോർത്ത് നടന്നു നോക്കെന്നൊക്കെ പറയും പോലെ ପ୍ରଭୁଙ୍କ ଦାସ ମାନେ କହନ୍ତି ନା ଟିକେ ହାତ ଉଠେଇକି ଦେଖ ଟିକେ ଗୋଡ ଚଲେଇକି ଦେଖ അവൻ ടെസ്റ്റ് ചെയ്തു ଆଉ ପ୍ରଭୁ ତାଙ୍କୁ ପଚାରିଲେ କଣ ଦେଖୁଛ കണ്ണ് ശരിയായോ എന്ന് ചോദിച്ചു ଆଖି ଭଲ ଦିଶୁଛି କି ଦେଖି କହିଲେ അവൻ ഇങ്ങനെ ഒന്ന് ഇമ്മട്ടിട്ട് നോക്കി ଆଉ ସେମିତି ଆଖି ଖୋଲି ଏମିତି ଦେଖିବାକୁ ଆରମ୍ଭ ഇപ്പൊ କଲେ എങ്ങനെ കാണാമോ എന്ന് ചോദിച്ചു ଆଉ ପ୍ରଭୁ କହିଲେ କିଛି ଦେଖୁଛ କି കാണാം പക്ഷെ മനുഷ്യനെ മരം പോലെയാണ് കാണുന്നത് ସେ କହୁଛନ୍ତି ଦେଖିପାରୁଛି କିନ୍ତୁ ମନୁଷ୍ୟକୁ ଗଛ ପରି ଦୋହଲିଲା ଅବସ୍ଥାରେ ଦେଖୁଛି ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവ് ഇത്രയും കാഴ്ച എനിക്ക് പോരാ എനിക്ക് മനുഷ്യനായിട്ട് എന്നെ കാണണം ଆଉ ସେତେବେଳେ ସେ ପ୍ରଭୁ କହିଲେ ପ୍ରଭୁ ଏତିକି ଦେଖିବା ମତେ ଦରକାର ନାହିଁ ମତେ ମନୁଷ୍ୟକୁ ମନୁଷ୍ୟ ପରି ଚିହ୍ନିବା ଦରକାର അവനറിയാം മനുഷ്യനെ മനുഷ്യനായി കണ്ടാലേ എനിക്കൊരു നിലനിൽപ്പുള്ളൂ മനുഷ്യനെ മനുഷ്യനായി കാണാത്തിടത്തോളം കാലം എനിക്കൊരു നിലനിൽപ്പില്ല ଆଉ ସେ ଜାଣିଥିଲା ଯେ ପର୍ଯ୍ୟନ୍ତ ମୋର ଆଖି ମନୁଷ୍ୟକୁ ମନୁଷ୍ୟ ପରି ନ ଦେଖିବ ସେ ପର୍ଯ୍ୟନ୍ତ ମୋ ସ୍ଥିରତା ନାହିଁ ମୋ ଜୀବନରେ കർത്താവ് എന്റെ കണ്ണിനെ അങ്ങ് തുറന്നതാ കർത്താവ് ପ୍ରଭୁ ମୋର ଆଖିକୁ ଖୋଲି ଦିଅ ବୋଲି ସେ କହିଲା ചിലയിടത്തൊക്കെ കർത്താവ് ആത്മീയ കണ്ണുകളെ തുറന്നപ്പോൾ ചില കാണാൻ പാടില്ലാത്ത വലിയ നന്മകളെ അവർക്ക് കാണാൻ കഴിഞ്ഞു ଆଉ କେତେକ ଜାଗାରେ ପ୍ରଭୁ ଯେତେବେଳେ ଆତ୍ମିକ ଆଖି ଖୋଲିଲେ କେତେକ ନ ଦେଖା ଯାଉଥିବା ଆତ୍ମିକ ଆଶୀର୍ବାଦ ସେମାନେ ଦେଖିପାରିଲେ പകുതി സൗഖ്യം കൊണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ଆଉ ପ୍ରଭୁ ମୁଁ ଅଧା ସୁସ୍ଥତା ନେଇକି ଯିବାକୁ ଚାହୁଁନାହିଁ എനിക്ക് മുഴുവൻ സൗഖ്യവും വേണം ମତେ ପୂର୍ଣ୍ଣ ସୁସ୍ଥତା ଦରକାର കർത്താവ് രണ്ടാം പ്രാവശ്യം ഒന്നുകൂടെ തൊട്ടു ଆଉ പ്രଭു പുനର୍ବାର ତାକୁ ଛୁଇଁଲେ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ആരെങ്കിലും ഒക്കെ നോക്കണം കർത്താവ് ഒറ്റ പ്രാർത്ഥനയിൽ ശരിയായില്ലല്ലോ ଆଉ କେତେକ ଲୋକ ଠିଆ ହେଇକି କହୁଥିବେ ପ୍ରଭୁଙ୍କର ଗୋଟିଏ ପ୍ରାର୍ଥନାରେ ସୁସ୍ଥ ହେଲା ନାହିଁ ତ ഒരാഴ്ച പള്ളിയിൽ പോയിട്ട് ശരിയായില്ലല്ലോ ଆଉ ଟିକେ ବାହାରକୁ ଯାଇକି ଠିକ ହେଲା ନାହିଁ ତ ഒരു കൺവെൻഷൻ യോഗത്തിൽ ഒരു ദിവസം പോയിട്ട് ശരിയായില്ലല്ലോ ଗୋଟେ କନଭେନସନରେ ଗୋଟେ ଦିନ ଆସିକି ଠିକ ହେଲା ନାହିଁ ତ അവൻ രണ്ടാം പ്രാവശ്യം അവൻ പോകാൻ തീരുമാനിച്ചു ଦ୍ୱିତୀୟ ଥର ବି ସେ ଯିବା ପାଇଁ ପ୍ରସ୍ତୁତ യേശു ହେଲେ രണ്ടാം പ്രാവശ്യം അവനെ ഒന്ന് തൊട്ടു ଆଉ ଦ୍ୱିତୀୟ ଥର ଯୀଶୁ ତାକୁ ଛୁଇଁଲେ രണ്ടാം പ്രാവശ്യം തൊട്ടിട്ട് പറഞ്ഞു ഇനി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ଆଉ ପ୍ରଭୁ ଦ୍ୱିତୀୟ ଥର ଛୁଇଁ କହିଲେ ଏବେ ଦେଖ അവൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് ଆଉ ସେ ଦେଖିଲା അവന് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിഞ്ഞു ତାପରେ ସେ ମନୁଷ୍ୟକୁ ମନୁଷ୍ୟ ପରି ଦେଖିବାକୁ ଲାଗିଲା ഇന്ന് രാത്രിയിൽ സെക്കൻഡ് ടച്ചിന്റെ ഡേറ്റ് ആണ് ଆଜି ଦ୍ୱିତୀୟ ଦିନ ଅଟେ ഞാനിവിടെ സ്റ്റേജിൽ വന്നിരുന്നപ്പോഴേ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് ഇന്ന് രണ്ടാം പ്രാവശ്യം ഞാൻ ചിലരെ തൊടുമെന്ന് ଆଜି ପ୍ରଭୁ କହୁଛନ୍ତି ଦ୍ୱିତୀୟ ଥର ପ୍ରଭୁ କେତେକ ବ୍ୟକ୍ତି ମାନଙ୍କୁ ଛୁଇଁବାକୁ ഒറ്റ ଯାଉଛନ୍ତି സ്പർശനത്തിൽ ശരിയാകാത്തവർക്ക് ഇന്ന് രണ്ടാം പ്രാവശ്യം ഒരു ପ୍ରଥମ സ്പർശനമുണ്ട് ସ୍ପର୍ଶରେ ଠିକ ନ ହେଇଥିଲେ ଦ୍ୱିତୀୟ ସ୍ପର୍ଶ ଆପଣଙ୍କ ପାଇଁ ପ୍ରଭୁ ଆଣୁଛନ୍ତି കഴിഞ്ഞ ସ୍പർശനങ്ങൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയില്ല എങ്കിൽ ବିଗତ ଦିନର ସ୍ପର୍ଶ ଆପଣଙ୍କୁ ସୁସ୍ଥତା ଦେଇ ନଥିଲେ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയില്ല എങ്കിൽ ବିଗତ ବର୍ଷରେ ଆପଣଙ୍କୁ ଆଶୀର୍ବାଦ ମିଳି ନଥିଲେ കഴിഞ്ഞ കൺവെൻഷൻ യോഗത്തിൽ നിങ്ങൾക്ക് ഒരു അത്ഭുതം നടന്നില്ല എങ്കിൽ ବିଗତ ବର୍ଷର ସେବା କାର୍ଯ୍ୟରେ ପ୍ରଭୁ ଆପଣଙ୍କୁ ଆଶୀର୍ବାଦ ପାଇ ନଥିଲେ ഇന്ന് രണ്ടാം പ്രാവശ്യവും യേശു നിങ്ങളെ തൊടും ଆଜି ଦ୍ୱିତୀୟ ଥର ଯୀଶୁ ଆପଣଙ୍କୁ ଛୁଇଁବେ ഇന്ന് നിങ്ങൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കും ଆପଣ ମନୁଷ୍ୟକୁ ମନୁଷ୍ୟ ରୂପେ ସ୍ପଷ୍ଟ ଦେଖିବେ എല്ലാവരെയും നിങ്ങൾക്ക് അനേക തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു കാണാം ଆଉ ପୂର୍ବରୁ ଆପଣଙ୍କ ଅନେକ ଭୁଲ ଧାରଣା ଥାଇପାରେ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഒരു വ്യക്തത നൽകുവാൻ ആഗ്രഹിക്കുന്ന ଆଜି ଆପଣଙ୍କୁ ସ୍ପଷ୍ଟତା ଦେବା ପାଇଁ ପବିତ୍ର ଆତ୍ମା ଚାହାନ୍ତି ഈ രാത്രിയിൽ നമുക്കൊരു സമർപ്പണത്തോടെ തീരുമാനത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാവോ ଆଜି ରାତ୍ରରେ ନିଜକୁ ଆପଣ ପ୍ରଭୁଙ୍କ ହସ୍ତରେ ସମର୍ପଣ କରିବେ କି ନିର୍ଣ୍ଣୟର ସହିତ ഒരു ഉറച്ച തീരുമാനം ദൈവസന്നിധിയിൽ ഒന്ന് എടുക്കാൻ കഴിയപ്പെടുമോ ଆଉ ଗୋଟେ ସ୍ଥିର ନିର୍ଣ୍ଣୟ ଆପଣଙ୍କ ଜୀବନରେ ପ୍ରଭୁଙ୍କ ପ୍ରତି ଦେବେ କି യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരുവൻ കടന്നു വന്നപ്പോൾ വഴിയിൽ കള്ളന്മാർ അടിച്ചും ആമേൻ തകർത്തിട്ടു ଗୋଟେ ବ୍ୟକ୍ତି ଜେରୁସାଲେମରୁ ଜିରିହ ଯିବା ବାଟରେ ଦସ୍ୟୁ ମାନଙ୍କ ହସ୍ତରେ ପଡି ସେମାନେ ତାକୁ ମାରି ତାକୁ ଚେତାହରା ଶୂନ୍ୟ କଲେ ഒരു പുരോഹിതൻ വന്നിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല ଗୋଟେ ପୁରୋହିତ ସେ ରାସ୍ତା ଦେଇ ଗଲେ ସେ ଯାଜକ ତାକୁ ଦେଖିଲେ അഥവാ ନାହିଁ എന്റെ കൈ കിടന്ന് മരിച്ചു കഴിഞ്ഞാലിട്ട് ശുശ്രൂഷ എന്ന്
തുറക്കപ്പെടത്തില്ല, പുരോഹിതന്മാർ ശവത്തെ തൊടാൻ പാടില്ലല്ലോ. ଆଉ ଯଦି ଆଜି ସେ ମୋ ହାତରେ ମରିଯିବ ତାହେଲେ ମୋର ସେବା କାର୍ଯ୍ୟ ଆଜିର ବନ୍ଦ ହେଇଯିବ, କାହିଁକି ନା ଯାଜକ ମାନେ ଶବକୁ ଛୁଇଁବା କଥା ନୁହେଁ। ഒരു ലേവ്യൻ അതുവഴി പോയി, അവനും അവനെ രക്ഷിച്ചില്ല. ଗୋଟେ ଲେବୀୟ ବ୍ୟକ୍ତି ସେ ରାସ୍ତା ଦେଇ ଗଲେ, ସେ ମଧ୍ୟ ତାକୁ ଛୁଇଁଲେ ନାହିଁ। അവൻ ബൈബിൾ അരച്ച് കലക്കി കുടിച്ചു വെച്ചിരിക്കുകയാണ്. ସେ ବାଇବଲ ଭଲ ଭାବରେ ପଢିଥିବା ବ୍ୟକ୍ତି ଅଟେ। 24 മണിക്കൂറും ബൈബിൾ പഠിപ്പിക്കലാണ് പുള്ളിയുടെ ജോലി. ଆଉ 24 ଘଣ୍ଟା ବାଇବଲ ଶିକ୍ଷା ଦଉଥିବା ବ୍ୟକ୍ତି। ബൈബിളിനകത്തുള്ള ഏത് പോയിന്റ്സ് വേണമെങ്കിലും കാണാതെ പറയാനും പഠിപ്പിക്കാനും അവന് വ്യക്തമായിട്ട് അറിയാം. ବାଇବଲର କୌଣସି ପଦକୁ ଭଲ ଭାବରେ ଅକ୍ଷର ଅକ୍ଷର କହିବାକୁ ସକ୍ଷମ। പഠിച്ചിട്ട് കാര്യമല്ല, ഒരു പ്രയോജനവും ഇല്ല. ପଢିକି କିଛି ଲାଭ ନାହିଁ, ସେଥିରେ କିଛି ପ୍ରୟୋଜନ ନାହିଁ। പ്രവൃത്തി എന്ന് പറഞ്ഞ അടുത്തൂടെ പോയിട്ടില്ല. କାର୍ଯ୍ୟକଳାପ ନାହିଁ, ବାକ୍ୟ ପଢିକି କିଛି ଲାଭ ନାହିଁ। പുള്ളിക്ക് ബൈബിളിനെ കുറിച്ച് എല്ലാം അറിയാം, പക്ഷെ വീണ് കിടക്കുന്നവനെ കണ്ടിട്ട് കാണാത്ത പോലെ അവൻ പോയി. ସେ ହୃଦୟରେ ବାକ୍ୟ ସ୍ମରଣ କରିଅଛି, କିନ୍ତୁ ଗୋଟେ ବ୍ୟକ୍ତି ପଡିଅଛି, ତା ପାଇଁ ସାହାଯ୍ୟ ତାର ହାତ ଆସୁନାହିଁ। നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ രണ്ടിടത്ത് എഴുതണം, യാദൃച്ഛിക പുരോഹിതൻ വന്നു, യാദൃച്ഛിക അവിടെ ലേവ്യൻ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ଆପଣ ଯଦି ଦେଖିବେ ସେଇ ଜାଗା ଦେଇ ଆକସ୍ମିକ ଭାବରେ ଗୋଟେ ପୁରୋହିତ ଯାଜକ ଗଲେ, ଆକସ୍ମିକ ଭାବରେ ସେଇଠି ଗୋଟେ ଲେବୀୟ ଗଲେ ଲେଖା ଅଛି। പക്ഷെ യാദൃച്ഛിക അല്ലാതെ ഒരു ശമരിയക്കാരൻ അവിടേക്ക് വന്നു. କିନ୍ତୁ ଗୋଟେ ବ୍ୟକ୍ତି ସେଠି ସମରିଆ ବ୍ୟକ୍ତି ଆକସ୍ମିକ ଭାବରେ ଆସିନାହାନ୍ତି। അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പുള്ളിക്കാരൻ അറിയാം വഴിയിൽ ഒരുത്തനുണ്ട്. ସେ ଘରୁ ବାହାରିଲା ବେଳେ ଜାଣିଥିଲା ଗୋଟେ ରାସ୍ତାରେ ଗୋଟେ ବ୍ୟକ୍ତି ପଡିଅଛି। ഞാൻ അബദ്ധത്തിൽ അവനെ കാണുകയല്ല, ମୁଁ ସମସ୍ୟାରେ ତାକୁ ଦେଖୁନାହିଁ, ഞാൻ അവനെ കാണാൻ വേണ്ടി പോവുകയാണ്. ମୁଁ ତାକୁ ଦେଖିବା ପାଇଁ ଯାଉଅଛି, ഞാൻ അവനെ എടുക്കാൻ വേണ്ടി ମୁଁ പോവുകയാണ്. ତାକୁ ଉଠେଇବା ପାଇଁ ଯାଉଅଛି। നിങ്ങൾ വായിച്ചു നോക്കിയാലേ പുള്ളിയുടെ കയ്യില് ഒരു ബോട്ടില് എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. ଆଉ ତାର ହସ୍ତରେ ତେଲ ଥିଲା, അവന്റെ കയ്യിൽ ഒരു ബോട്ടിൽ വീഞ്ഞു ഉണ്ടായിരുന്നു, മുന്തിരിച്ചാറ്. ଆଉ ତା ହାତରେ ଦ୍ରାକ୍ଷାରସ ଥିଲା। അവൻ ആ മുറിവ് കെട്ടാൻ വേണ്ടിട്ട് ഒരു തുണി കഷ്ണം ഉണ്ടായിരുന്നു. ଆଉ ତା ହାତରେ ସେ କ୍ଷତ ବାନ୍ଧିବା ପାଇଁ କପଡା ଥିଲା। വഴിയമ്പലക്കാരന് കൊടുക്കാനുള്ള കാശ് അവന്റെ കയ്യിൽ അവൻ എടുത്തു. ଆଉ ସେଇ ଘରର ଲୋକକୁ ଦେବା ପାଇଁ ସେ 2 ଟଙ୍କା ତାଙ୍କ ପାଖେ ଥିଲା। അവനെ കൂടെ കയറ്റാൻ വേണ്ടി 2 സീറ്റുള്ള നല്ല ഒരു വാഹന മൃഗം അവൻ കയ്യിലെടുത്തു, അല്ലെങ്കിൽ ആ വാഹനം എടുത്തു, സ്റ്റാർട്ട് ചെയ്തു. ସେ ଲୋକକୁ ନେବା ପାଇଁ ଗୋଟେ ବଢିଆ ଗାଡି ସେ ବ୍ୟବହାର କରି ଗଲେ। ആംബുലൻസ് ଆମ୍ବୁଲାନ୍ସ ନେଇକି ଗଲେ। ആംബുലൻസ് കൊണ്ടാ വന്ന പുള്ളി. ସେ ଗୋଟେ ଆମ୍ବୁଲାନ୍ସ ନେଇକି ଆସିଲେ। യാദൃച്ഛിക വന്നൊന്നും അല്ല, ଆଉ ଆକସ୍ମିକ ଭାବରେ ସେ ଆସିନାହାନ୍ତି। വന്ന് അവന്റെ അടുക്കലങ്ങ് നിന്നു. ବାଇବେଲ କହେ ସେ ଆସି ସେଇ ବ୍ୟକ୍ତି ପାଖକୁ ଆସିଲେ, അവനെ മെല്ലെ എടുത്തു, ତାକୁ ଉଠେଇଲେ। അബോധാവസ്ഥയിൽ അവൻ കിടക്കുകയാണ്. ସେ ଚେତାଶୂନ୍ୟ ଅବସ୍ଥାରେ ପଡିଛି। അവന്റെ മുറിവൊക്കെ നോക്കിയപ്പോൾ ആഴത്തിൽ മുറിവാണ്. ଆଉ ତାର କ୍ଷତ ଦେଖିଲେ ବହୁତ ଗଭୀର କ୍ଷତ। കള്ളൻ തൊട്ട് കഴിഞ്ഞാൽ ആഴത്തിലെ മുറിവ് തന്നു കളയാം. ଆଉ ଶୈତାନ ଛୁଇଁଲେ ବହୁତ ଗଭୀର କ୍ଷତ ଦେବ। ഹൃദയത്തിനകത്ത് ആഴത്തിലെ മുറിവുകളെ സൃഷ്ടിച്ചു. ଆଉ ସେ ବହୁତ ଗଭୀର କ୍ଷତ ଦେଲା। ഉറക്കം വരാത്ത വിധത്തിലുള്ള മുറിവുകളാ, ଆଉ ଶୋଇ ନ ପାରିଲା ପରି ഒരിക്കലും ആമെ പൊറുക്കാത്ത വിധത്തിലുള്ള മുറിവുകളാ. କେବେ ବି କ୍ଷମା କରି ନ ପାରିଲା ପରି ആമെ കള്ളൻ അറുക്കാനും മുടിക്കാനാണ് വരുന്നത്. ଚୋର ଚୋରି କରିବା ପାଇଁ ବଦ୍ଧ କରିବା ପାଇଁ ଆସିଥାଏ। ആകയാൽ അവൻ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ച അർത്ഥപ്രാണന എപ്പോ വേണമെങ്കിലും മരിക്കുമെന്ന് പറഞ്ഞ് ബോധം കെട്ടവൻ കിടക്കുകയാണ്. ଆଉ ସେ ବ୍ୟକ୍ତିଟି କ୍ଷତ ପ୍ରାପ୍ତ ହେଇ କେବେ ବି ମରିଯିବ ବୋଲି ଚେତାଶୂନ୍ୟ ആ ଅବସ୍ଥା। ബോട്ടിൽ തുറന്ന് എണ്ണ എടുത്തവന്റെ ശരീരത്തിൽ പുരട്ടി. ଆଉ ସେ ତେଲ କୁପି ଖୋଲିକି ତାର ତେଲ ଲଗେଇଲେ। ആ വീഞ്ഞ് കുപ്പി തുറന്നിട്ട് അവന്റെ വായിലേക്ക് അല്പം ഒഴിച്ചു കൊടുത്തു. ଆଉ ସେ ତାଙ୍କର ମୁଖରେ ସେ ଦ୍ରାକ୍ଷାରସ ଦେଲେ। ആ പ്രയർ ക്ലോത്ത് അഥവാ ആ തുണി കഷ്ണങ്ങളെടുത്ത് ആ മുറിവിൽ ഒരു കെട്ട് കെട്ടി. ଆଉ ସେ କ୍ଷତ ସ୍ଥାନ ଗୁଡିକରେ ସେ କପଡାରେ ବାନ୍ଧି ଦେଲେ। ആ ആംബുലൻസിനകത്തേക്ക് അവനെ എടുത്തങ്ങ് കയറ്റി. ଆଉ ସେ ଆମ୍ବୁଲାନ୍ସ ରେ ତାକୁ ବସେଇଲେ। നേരെ അടുത്തുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് പോയി. ଆଉ ପାଖରେ ଥିବା ଗୋଟେ ବଡ ହସ୍ପିଟାଲ କୁ ନେଇକି ଗଲେ। അവിടെ അവനെ അഡ്മിറ്റ് ആക്കി. ସେଠାରେ ତାଙ୍କୁ ଆଡମିଟ୍ କଲେ। അവിടെ എഴുതിയിരിക്കുന്നു പിറ്റേന്നാൾ വരെ അവൻ അവിടെ ഉണ്ടായിരുന്നു. ଆଉ ଆଗାମୀ ଦିନ ପର୍ଯ୍ୟନ୍ତ ସେ ସେଠି ରହିଲେ। അന്ന് രാത്രിയിൽ അവനെ ശുശ്രൂഷിച്ചു. ଆଉ ସେ ରାତିରେ ତାକୁ ସେବା କଲେ। അവന്റെ മുറിവ് ആ അബോധാവസ്ഥയിൽ കിടക്കുന്നവൻ അവന്റെ മുറിവിന്റെ ആഴം അറിയത്തില്ല. ଆଉ ଯେ ପର୍ଯ୍ୟନ୍ତ ସେ ଅବୋଧ ଅବସ୍ଥାରେ ଅଛି, ଅଚେତାଶୂନ୍ୟ ଅଛି, ସେ ପର୍ଯ୍ୟନ୍ତ ସେ କ୍ଷତ ଜାଣି ନାହିଁ। ഇവനെ എടുത്തവൻ അവന്റെ മുഴുവിന്റെ ആഴം അറിയാമായിരുന്നു. ଆଉ ତାର ଉଠେଇଥିବା ବ୍ୟକ୍ତି ତାର ଗଭୀରତା ଜାଣିଥିଲେ। ഈ ശമരിയാക്കാരൻ അറിയാം, ഞാൻ ഇട്ടേച്ച് പോയി കഴിഞ്ഞാലിട്ട് ഇവൻ ഇന്ന് രാത്രിയിൽ ഉറങ്ങത്തില്ല എന്ന്. ଆଉ ମୁଁ ଯଦି ଏହାକୁ ଛାଡିକି ଯିବି ତାହେଲେ ରାତିରେ ସେ ଶୋଇପାରିବ ନାହିଁ। അന്ന് രാത്രി മുഴുവൻ അവനെ ശുശ്രൂഷിച്ചു. ସେ ରାତି ସାରା ତାର ସେବା କଲେ। പിറ്റേ ദിവസം രാവിലെ ଆଉ ଆର ଦିନ ସକାଳେ ആശുപത്രിയിലെ മാനേജറെ വിളിച്ചു. ଆଉ ସେ ଲୋକକୁ ଡାକିଲେ, ମ୍ୟାନେଜରକୁ। അവൻ കാശ് കൊടുത്തു. ତାକୁ 2 ଟଙ୍କା ଦେଲେ। ഞാൻ ഇനി പോയിട്ട് വരും, ମୁଁ ଯାଇକି ଆସୁଅଛି, എത്ര രൂപയാണെങ്കിലും ഞാൻ ബില്ല് ഞാൻ അടച്ചോളാം. ଆଉ ଯାହା ବିଲ୍ ହେଲେ ମୁଁ ପକେଇବି। ഇവൻ ഒന്നിനും കുറവ് വരുത്തരുത്. ଏହାକୁ କୌଣସି ବିଷୟ କମ କରିବାକୁ ଦିଅ ନାହିଁ। ഇവൻ ഒന്നിനും കുറവ് വരുത്തരുത്. କୌଣସି ବିଷୟରେ ଉଣା ଦିଅ ନାହିଁ। എല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ച് പോയി. ସବୁ କିଛି ଠିକ କରିକି ସେ ଚାଲିଗଲେ। അവൻ അവനോട് പറഞ്ഞു, പോയതുപോലെ വീണ്ടും വരും, ଆଉ ମୁଁ ଯେମିତି ଯାଇଅଛି ସେମିତି ଫେରି ଆସିବେ। ഞാൻ വീണ്ടും വരും. ମୁଁ ପୁନର୍ବାର ଫେରି ଆସିବେ। ഇന്ന് രാത്രിയിൽ നീ വീണ് കിടന്നപ്പോൾ എടുത്ത ശമരിയാക്കാരനെ ഒരിക്കൽ കൂടി ഓർമ്മിച്ച് വെച്ച് വീട്ടിൽ പോകണം. ଆଉ ଆଜି ରାତ୍ର ସମୟରେ ପଡିଥିବା ସମୟରେ ଉଠେଇଥିବା ସେଇ ସମରିଆ ବ୍ୟକ୍ତିଙ୍କୁ ମନେ ପକାନ୍ତୁ। നീ തകർന്നു കിടന്നപ്പോൾ നിന്റെ മുറിവ് കെട്ടിയ ശമരിയാക്കാരനെ നീ ഒരിക്കൽ കൂടി ഓർമ്മിക്കണം. କ୍ଷତ ବିକ୍ଷତ ହେଇଥିବା ବେଳେ ଆପଣଙ୍କର କ୍ଷତ ବାନ୍ଧିଥିବା ସେଇ ସମରିଆ ବ୍ୟକ୍ତିଙ୍କୁ ମନେ നിനക്കിപ്പോൾ ପକାନ୍ତୁ। ബോധം വീണിരിക്കുകയാണ്. ଏବେ ଆପଣଙ୍କୁ ଚେତା ଆସିଅଛି। നിന്റെ
കുറവെല്ലാം വ്യക്തമായി മാറിയിരിക്കുകയാണ്. ଆପଣଙ୍କର ସମସ୍ତ କ୍ଷତ ଖତମ ହେଇଛି। ആ വീഞ്ഞു കുടിച്ചപ്പോൾ നിന്റെ ക്ഷീണമെല്ലാം മാറിയിരിക്കുകയാണ്. ଆପଣ ଦ୍ରାକ୍ଷାରସ ପିଇଲା ବେଳେ ଆପଣଙ୍କର ସମସ୍ତ ବିଧା ഞാൻ നിങ്ങളുടെ ଚାଲିଯାଇଛି। അടുക്കലേക്ക് ചോദിക്കുകയാണ്, ഇപ്പൊ നിനക്ക് ബോധമുണ്ട്, നിന്റെ ക്ഷീണം മാറി, എന്താണ് നിന്റെ ആഗ്രഹമെന്ന് ചോദിച്ചാൽ ଏବେ ଯଦି ଆପଣଙ୍କୁ ମୁଁ ପଚାରିବି ତୁମର ତ କ୍ଷତ ଠିକ ହେଲା, ତୁମର ଦୁର୍ବଳତା ସୁସ୍ଥ ହେଲା, ଏବେ କଣ ତୁମର ଆଗ୍ରହ? നിങ്ങൾ എന്ത് പറയോ? ତୁମେ କଣ କହିବ? ഞാനാണെങ്കിൽ ഇങ്ങനെ പറയോ, ମୁଁ ଏ ପ୍ରକାର କହିବି, എന്നെ രക്ഷിച്ച ആ വ്യക്തി ഒന്ന് കണ്ടെങ്കിൽ നന്നായിരുന്നു. ସେ ବ୍ୟକ୍ତି ଯେ ମତେ ସୁସ୍ଥ କଲେ ସେ ସମୟ ବ୍ୟକ୍ତିଙ୍କୁ ଥରେ ଦେଖିବା ପାଇଁ ମୋର ଇଚ୍ଛା। എനിക്ക് ഈ ലോകത്തിൽ വേറെ ഒരു ആഗ്രഹവുമില്ല. ଆଉ ଏ ଜଗତର କୌଣସି ଆଗ୍ରହ ମୋର ନାହିଁ। എന്നെ രക്ഷിച്ച ശമരിയക്കാരനെ എനിക്കൊന്ന് കണ്ടെങ്കിൽ മതിയായിരുന്നു. ସେ ସମରୀୟ ବ୍ୟକ୍ତିଙ୍କୁ ଟିକେ ଦେଖିବା ଦରକାର। അപ്പോഴാണ് അവൻ പറഞ്ഞ ശബ്ദം അവന്റെ കാതുകളിൽ പ്രതിധ്വനിച്ചത്, ഞാൻ പോയതുപോലെ ഞാൻ വീണ്ടും വരും. ଯେତେବେଳେ ସେ ଶବ୍ଦ ଶୁଣିଲା, ମୁଁ ଯେମିତି ଯାଇଅଛି ସେମିତି ଫେରି ଆସିବି। നിന്നെ തിരിച്ച് ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോകാൻ ഞാൻ വരും. ଡିସଚାର୍ଜ କରି ନେଇଯିବା ପାଇଁ ମୁଁ ପୁନର୍ବାର ଆସିବି। ഇന്ന് രാത്രി നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും, അവൻ പോയതുപോലെ വീണ്ടും വരും. ସ୍ୱର୍ଗକୁ ଆପଣଙ୍କୁ ନେଇଯିବା ପାଇଁ ସେ ପୁନର୍ବାର ଗଲା ପରି ଆସିବେ। നിന്റെ മുറിവിനെ കെട്ടിയവൻ പോയതുപോലെ തിരിച്ചു വരും. କ୍ଷତକୁ ବାନ୍ଧିଥିବା ଯୀଶୁ ଯାଇଥିଲା ପରି ଫେରି ଆସିବେ। നിന്റെ ക്ഷീണത്തെ മാറ്റിയവൻ പോയതുപോലെ തിരിച്ചു വരും. ଦୁର୍ବଳତାକୁ ସୁସ୍ଥ କରିଥିବା ବ୍ୟକ୍ତି ପୁନର୍ବାର ଫେରି ଆସିବେ। അവന്റെ വരവിന് വേണ്ടി നീ കാത്തിരിക്കണം. ତାଙ୍କର ଆଗମନ ପାଇଁ ଆପଣ ପ୍ରସ୍ତୁତ അവന്റെ ରୁହନ୍ତୁ। വരവിന് വേണ്ടി നീ ഒരുങ്ങിയിരിക്കണം. ଆଗମନ ପାଇଁ ପ୍ରସ୍ତୁତ ରୁହନ୍ତୁ। കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ପରମେଶ୍ୱର ତାଙ୍କର ହାଲେଲୁୟା ତୁରୀ ଧ୍ୱନି ସହିତ ପ୍ରଧାନ ଦୂତର ଶବ୍ଦ ସହିତ ദൈവത്തിന്റെ കാഹളത്തോടു കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ପରମେଶ୍ୱରଙ୍କ ଶବ୍ଦ ସହିତ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ଯେଉଁମାନେ ଖ୍ରୀଷ୍ଟରେ ମୃତ ଅଟନ୍ତି ସେମାନେ ପୂର୍ବେ ଉଠିବେ। ജീവനോടെ ശേഷിക്കുന്ന നാമോ അവനോടുകൂടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ଯେଉଁମାନେ ଜୀବିତ ଥିବା ଆମେ ରୂପାନ୍ତରିତ ହେଇ ମଧ୍ୟ ଆକାଶକୁ ଯିବା। അവൻ പോയതുപോലെ വീണ്ടും ସେ വരും. ଯାଇଥିବା ପରି ଫେରି ଆସିବେ। ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാമോ? ସେଇ ପ୍ରଭୁଙ୍କ ପାଇଁ ଆପଣ ଅପେକ୍ଷା କରି ରହିବେ ഒരു କି? നിത്യത ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ଆଉ ସେ ଅନନ୍ତତା ପ୍ରଭୁ ଆପଣଙ୍କ ପାଇଁ കർത്താവിനെ മുറുകെ ରଖିଛନ୍ତି। പിടിക്കുക. ପ୍ରଭୁଙ୍କୁ ଧ୍ୟାନରେ ଧରନ୍ତୁ। ഇതുവരെയും മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നൊരു തീരുമാനത്തോടെ നിങ്ങൾ മാനസാന്തരപ്പെടണം. ଏପର୍ଯ୍ୟନ୍ତ ମନ ପରିବର୍ତ୍ତନ କରିନାହାନ୍ତି ତାହେଲେ ଯୀଶୁଙ୍କୁ ଗ୍ରହଣ କରିବା ପାଇଁ ମନ ପରିବର୍ତ୍ତନ କରନ୍ତୁ। ഇതുവരെയും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി യേശുവിനെ സാക്ഷീകരിച്ചില്ല എങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി നിങ്ങൾ സ്നാനം സ്വീകരിക്കണം. ଏପର୍ଯ୍ୟନ୍ତ ଜଳରେ ଦୀକ୍ଷା ନେଇନାହାନ୍ତି ତାହେଲେ ଯୀଶୁଙ୍କର ବାପ୍ତିସ୍ମକୁ ଆପଣ ଗ୍ରହଣ କରନ୍ତୁ। ഇതുവരെയും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ এই പ്രാപിക്കണം. পর্যন্ত যদি পবিত্র আত্মাଙ୍କର অভিষেক পাইনাহাନ୍ତି তাহলে পবিত্র আত্মাଙ୍କର অভিষেকକୁ ପ୍ରାପ୍ତ କରନ୍ତୁ। അവൻ പോയതുപോലെ വീണ്ടും വരും. ସେ ଯାଇଥିଲା ପରି ଫେରି ଆସିବେ। നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ଆମେ ସମସ୍ତେ ନିଜ ନିଜ ସ୍ଥାନରେ ଛିଡ଼ା ହେବା। ദൈവസന്നിധിയിൽ ശരണപ്പെടാം. ପ୍ରଭୁଙ୍କ ହସ୍ତ ତଳେ ନିଜକୁ ସମର୍ପଣ କରିବା। കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് പൂർണ്ണമായി ഭരമേൽപ്പിക്കാം. ପ୍ରଭୁଙ୍କର ହସ୍ତ ତଳେ ଆମେ ନିଜକୁ ସମର୍ପଣ କରିବା। യേശുവിന്റെ മഹിമ ഇവിടെ ഉണ്ട്. ପ୍ରଭୁଙ୍କର ମହିମା ଏ ସ୍ଥାନରେ ଅଛି। ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ପ୍ରଭୁଙ୍କର ସାନ୍ନିଧ୍ୟ ଏ ସ୍ଥାନରେ ଅଛି। ഉറച്ച തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ଆଉ ଶକ୍ତି ସହିତ ପ୍ରଭୁଙ୍କ ହସ୍ତରେ ସମର୍ପଣ କରିବା। കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ପ୍ରଭୁଙ୍କ ହସ୍ତ ତଳେ ନିଜକୁ ସମର୍ପଣ କରିବା। തുടർന്നുള്ള പ്രാർത്ഥനകൾക്ക് ബിശാലോം നേതൃത്വം കൊടുക്കാം. ଆଉ ଏବେ ସମୟରେ ବି ଭାଇ ପ୍ରାର୍ଥନାକୁ ନେତୃତ୍ୱ ଦଉଥିବେ। അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ତାପରେ ଆମେ ଆବଶ୍ୟକ କରୁଥିବା ବ୍ୟକ୍ତିମାନେ ଆଗକୁ ଆସିଲେ ତାଙ୍କ ପାଇଁ ଆମେ ପ୍ରାର୍ଥନା କରିବୁ। എന്റെ കൂടെ 45 വരുന്ന വലിയൊരു കൂട്ടം സഹോദരങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. ଆଉ ମୋ ସହିତ 45 ରୁ ଅଧିକ ଲୋକ ମୋ ସହିତ ଆସିଛନ୍ତି। അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ଆପଣ ସମସ୍ତେ ସେମାନଙ୍କ ପାଇଁ ପ୍ରାର୍ଥନା କରନ୍ତୁ। അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ଆଉ ସେମାନେ ପବିତ୍ର ଆତ୍ମାଙ୍କୁ ପାଇବା ପାଇଁ ଇଚ୍ଛା କରୁଥିବା ବ୍ୟକ୍ତିମାନେ ଅଟନ୍ତି। ചിലരൊക്കെ പ്രാപിച്ചു. ସେ କେତେକ ପବିତ୍ର ଆତ୍ମା ഇവരാരും ପାଇଛନ୍ତି। പാസ്റ്റർമാരല്ല, എല്ലാവരും കർത്താവിന്റെ സ്നേഹത്തിലേക്ക് അടുത്ത നാളുകളിൽ വന്നവരാണ്. ଆଉ ବିଗତ ଦିନ ମାନଙ୍କରେ ପ୍ରଭୁଙ୍କ ସ୍ନେହ ପ୍ରାପ୍ତ କରି ଆସିଥିବା ବ୍ୟକ୍ତିମାନେ ପ୍ରଭୁଙ୍କର ସେବକ ନୁହନ୍ତି, ନୂତନ ഈ ഒരു ବିଶ୍ୱାସ। ട്രിപ്പ് കഴിഞ്ഞെത്തപ്പെടുമ്പോൾ അവർ പുതിയതായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അവരും ആഗ്രഹിക്കുന്നു. ଆଉ ଏଇ ଟ୍ରିପ୍ ପରେ ସେମାନେ ନୂତନ ହେବାର ତାଙ୍କର ବି ଇଚ୍ଛା, ଆମର ବି ଇଚ୍ଛା। അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനയും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കും. ଆଉ ତାଙ୍କ ନିମନ୍ତେ ପ୍ରାର୍ଥନା ମଧ୍ୟ ବିଶେଷ ଏଠାରେ ରହିବ। നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആവശ്യക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. ଆପଣଙ୍କ ସମସ୍ତଙ୍କର ଆବଶ୍ୟକ ଥିବା ବ୍ୟକ୍ତିମାନଙ୍କ ପାଇଁ ପ୍ରାର୍ଥନାରେ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ସମସ୍ତେ ପ୍ରାର୍ଥନା କରିବା। Let us all close our eyes and pray in the presence of God. ଆସନ୍ତୁ ଆଖି ବନ୍ଦ କରିବା, ଆମେ ପ୍ରାର୍ଥନା କରିବା। The great love of God is surrounding in this atmosphere. ପରମେଶ୍ୱରଙ୍କର ପ୍ରେମ, ମହାନ ପ୍ରେମ ଏଠାରେ ପ୍ରକାଶିତ ହୋଉଛି। I experience it in my spirit. ମୁଁ ଆତ୍ମାରେ ତାହା ଅନୁଭବ କରୁଅଛି। I don't know how many of you experience the same. ଆପଣଙ୍କ ମଧ୍ୟରେ କେତେ ଲୋକ ତାହା ଅନୁଭବ କରୁଛନ୍ତି ମୁଁ ଜାଣେ ନାହିଁ। Odisha, I have a message. ଓଡ଼ିଶା ମତେ ଆପଣଙ୍କ ପାଇଁ ଗୋଟେ ସନ୍ଦେଶ ଅଛି। Jesus is same yesterday, today and forever.
forever. ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଆଜି କାଲି ଅନନ୍ତ କାଳ ଏକ ପ୍ରକାର। If Jesus has loved and cared for all those people who has called upon to him ଆଉ ଯଦି ଯୀଶୁ ତାଙ୍କୁ ଆହ୍ୱାନ କରିଥିବା ବ୍ୟକ୍ତିମାନଙ୍କ ପ୍ରତି ସମସ୍ତଙ୍କୁ ପ୍ରେମ କଲେ, in the past, then I believe that if you call upon to him, he will you, he still loves you. ଆଉ ଯଦି ଆଜି ରାତ୍ର ସମୟରେ ଆପଣ ତାଙ୍କୁ ଆହ୍ୱାନ କରିବେ, ସେ ଆପଣଙ୍କୁ ପ୍ରେମ କରନ୍ତି, ସେ ଆପଣଙ୍କୁ ଉଦ୍ଧାର କରିବେ। The power of God which manifested in this ground is not priceless. ଆଉ ଆପଣଙ୍କର ପାଖରେ ଥିବା ଏଇ ଯୋଉ ସେବା ପ୍ରଭୁ ଦେଖେଇଲେ, ପ୍ରଭୁଙ୍କର କାର୍ଯ୍ୟ ପ୍ରକାଶ କଲେ, ତାହା ଅମୂଲ୍ୟ ଅଟେ। It is very valuable. ଆଉ ତାହା ଅମୂଲ୍ୟ ଅଟେ, It is not priceless. ତାହା ମୂଲ୍ୟହୀନ ନୁହେଁ। Don't see it priceless. ଆଉ ମୂଲ୍ୟହୀନ ଭାବରେ ଦେଖନ୍ତୁ ନାହିଁ। It is not that simple. ଏହା ସାଧାରଣ ବିଷୟ ନୁହେଁ। The power of God manifested in this place because Jesus loves you. ଆଉ ଏଠାରେ ପରମେଶ୍ୱରଙ୍କ ଶକ୍ତି ପ୍ରକାଶ କାରଣ ଯୀଶୁ ଆପଣଙ୍କୁ ପ୍ରେମ କରନ୍ତି। You are supposed to respond to the love in a way ଆଉ ପ୍ରଭୁଙ୍କର ପ୍ରେମ ପ୍ରତି ଆପଣ that is surrender. ପ୍ରତିକ୍ରିୟା କରନ୍ତୁ ସମର୍ପଣ ଦ୍ୱାରା। That is surrender. ତା ସମର୍ପଣ କରିବା ଦ୍ୱାରା କରିବେ। Jesus doesn't want anything more. ଆପଣଙ୍କର ପ୍ରଭୁ ଆଉ କିଛି ଚାହାନ୍ତି ନାହିଁ। All he needs is your heart. ଆଉ ସେ ଯାହା ଚାହାନ୍ତି ତାହା ହେଉଛି ଆପଣଙ୍କର ହୃଦୟ। All you have to do is surrender yourself. ଆଉ ଯାହା ଆପଣ କରିବେ ତାହା ହେଉଛି ଆପଣ ସମର୍ପଣ କରନ୍ତୁ। Accept Jesus as your savior. ଆଉ ପ୍ରଭୁ ଆପଣଙ୍କର ଯୀଶୁଙ୍କୁ ସ୍ୱୀକାର କରନ୍ତୁ ପ୍ରଭୁ ଭାବରେ। You don't have to change your religion. ଆପଣଙ୍କ ଧର୍ମ ପରିବର୍ତ୍ତନ କରିବା ଦରକାର ନାହିଁ। You don't have to change your surname. ଆଉ ଆପଣଙ୍କର ନାମ ପରିବର୍ତ୍ତନ କରିବା ଦରକାର ନାହିଁ। Because Jesus didn't come to establish a religion. ଆଉ ସେ ଗୋଟେ ଧର୍ମ ସ୍ଥାପନ କରିବା ପାଇଁ ଆସିନାହାନ୍ତି। He came to save us. ସେ ଆମକୁ ଉଦ୍ଧାର କରିବା ପାଇଁ ଆସିଅଛନ୍ତି। Anyone can receive the salvation. ଆଉ କେହି ବି ପ୍ରଭୁଙ୍କର ଉଦ୍ଧାରକୁ ଗ୍ରହଣ କରିପାରିବେ। All you have to do is have faith and surrender yourself. ଆଉ ଗୋଟିଏ ବିଷୟ କରନ୍ତୁ, ବିଶ୍ୱାସ କରନ୍ତୁ ଆଉ ସମର୍ପଣ କରନ୍ତୁ। Can you lift up your hands if you surrender yourself to Jesus? ଆପଣ ନିଜ ଝିଅକୁ ହସ୍ତୋପଣ କରି ସମର୍ପଣ କରନ୍ତୁ। We are going to pray together. ଆମେ ପ୍ରାର୍ଥନା କରିବାକୁ ମିଶିକି ପ୍ରାର୍ଥନା କରିବା। Lift up your hands. ହାତ ଉଠାଇକି ପ୍ରାର୍ଥନା କରିବା। Oh Lord, our heavenly Father, ହେ ଆମଙ୍କ ସ୍ୱର୍ଗସ୍ଥ ପିତା, I pray for all your children who has lifted their hands up. ଯୋଉମାନେ ହସ୍ତୋତ୍ତୋଳନ କରି ସମସ୍ତଙ୍କ ପ୍ରାର୍ଥନା କରୁଅଛି। Lord, as they lift up their hands, they are testifying their surrender to you, Jesus. ପ୍ରଭୁ ସେମାନେ ପ୍ରଭୁ ହାତ ଉଠାଇବା ବେଳେ ସମର୍ପଣର ଭାବକୁ ଦେଖାଉଛନ୍ତି। Whoever has surrendered themselves to Jesus, they didn't fail in their life, they had a victorious life. ଆଉ ପ୍ରଭୁ ଯେଉଁମାନେ ତୁମର ସମର୍ପଣ ହେଇଛନ୍ତି ସେମାନେ ଜୟଯୁକ୍ତ ଜୀବନ କାଟି ଅଛନ୍ତି। Lord, I speak the same victory over these people in the name of Jesus. ଆଉ ଏଇ ସମାନ ଜୟକୁ ତାଙ୍କ ଜୀବନରେ ମୁଁ ଆଣୁଅଛି। They are not here to die, rather to live. ସେମାନେ ଏଠି ମରିବା ପାଇଁ ନୁହେଁ ମାତ୍ର ବଞ୍ଚିବା ପାଇଁ ଆସିଅଛନ୍ତି। They are not here to suffer, rather to have a joyful life. ସେମାନେ ଏଠାରେ କଷ୍ଟ ଅନୁଭବ କରିବା ପାଇଁ ନୁହେଁ ମାତ୍ର ଆନନ୍ଦ ଅନୁଭବ ପାଇଁ ଆସିଅଛନ୍ତି। I bless your children in the name of Jesus. ଆପଣଙ୍କ ସନ୍ତାନମାନଙ୍କୁ ଆଶୀର୍ବାଦ କରୁଅଛି। May them receive the eternal life in Jesus Christ. ପ୍ରଭୁ ସେମାନେ ଅନନ୍ତ ଜୀବନ ପ୍ରାପ୍ତ କରନ୍ତୁ ଯୀଶୁ ନାମରେ। May them have a glorious life in the name of Jesus. ଯୀଶୁଙ୍କ ନାମରେ ଅଦ୍ଭୁତ ଆଶୀର୍ବାଦ ପାଆନ୍ତୁ। I command all histories to be changed in the name of Jesus. ଇତିହାସ ବଦଳି ଯାଉ। I command new life upon them in the name of Jesus. ନୂଆ ଜୀବନ ଆସୁ। In the name of Jesus. ଯୀଶୁଙ୍କ ନାମରେ। In the name of Jesus. ଯୀଶୁଙ୍କ ନାମରେ। New bodies. ନୂଆ ଶରୀର। New lifestyles. ନୂଆ ଜୀବନ ଶୈଳୀ। New peace. ନୂଆ ଶାନ୍ତି। New joy. ନୂତନ ଆନନ୍ଦ। New satisfaction in your life. ନୂତନ ସାଫଲ୍ୟତା। In the name of Jesus, I speak over your children. All glory and honor belongs to you, ଆଉ Jesus. ସମସ୍ତ ମହିମା ଗୌରବ ଆପଣଙ୍କର। Bless and guide your children, Lord. ଆଉ ସମସ୍ତଙ୍କୁ ଆଶୀର୍ବାଦ କର ପିତା। We praise you, God. ମୁଁ ଆପଣଙ୍କୁ ପ୍ରାର୍ଥନା କରୁଛୁ ପ୍ରଭୁ। In Jesus' name, amen. ଯୀଶୁଙ୍କ ନାମରେ ଆମେନ୍। Can you put your hands together and give praise to Jesus? କରତାଳ ଦେଇ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କର। Hallelujah, hallelujah, hallelujah. Now celebrate the presence of Jesus. ପ୍ରଭୁଙ୍କର ସାନ୍ନିଧ୍ୟକୁ ଆନନ୍ଦର ସହିତ ସ୍ୱୀକାର କର। Celebrate the presence of Jesus. ପ୍ରଭୁଙ୍କର ସାନ୍ନିଧ୍ୟକୁ ପ୍ରଶଂସା ସହିତ ଗ୍ରହଣ କର। Shout and celebrate the presence of Jesus. ଧନ୍ୟବାଦ କରନ୍ତୁ। Yeshua Mashiach King. Yes, lift up the name of Jesus. Bala Yeshua Mashiach King. Hallelujah. ହାଲେଲୁୟା। ଜୋରରେ କହିବା ହାଲେଲୁୟା। May God bless you all. Let us all sing together a Telugu song and give worship to Jesus. Who is ready to worship God? କେତେ ଲୋକ ପ୍ରସ୍ତୁତ ଅଟନ୍ତି ଆମେ ତେଲୁଗୁ ଗୋଟେ ଗୀତ ଗାଇ ପ୍ରଭୁଙ୍କ ଆରାଧନା କରିବା? Who is ready to worship God? କେଉଁମାନେ